മലങ്കര കാതലിക് ടി വിയിലെ കാറ്റഗേസിസ് മതബോധനം എന്ന പരമ്പരയിലെ 9ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രധാനമായിട്ട് നമ്മൾ അവസാനിപ്പിച്ചത് മലങ്കര സുറിയാനി കത്തോലിക്ക വേദപാഠാവലിയിലെ 12 മതബോധന ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ്. 1 മുതൽ 12 ഗ്രന്ഥങ്ങളുടെ പേരും അവ തമ്മിലുള്ള പരസ്പര ബന്ധവും വളരെ പൊതുവായിട്ട് ഹ്രസ്വമായിട്ട് നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി. ഈ എപ്പിസോഡിൽ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ 12 പുസ്തകങ്ങളുടെ ആരംഭ പുസ്തകമായ 1ാം ക്ലാസ്സിലെ പുസ്തകത്തെക്കുറിച്ചാണ്. ആദ്യത്തെ 4 പുസ്തകങ്ങൾ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുക. ദൈവത്തിന് സ്തുതി, ഗ്ലോറി ടു ഗോഡ് എന്ന ഒരു ചിന്താധാരയിലാണ് ആദ്യത്തെ 4 പുസ്തകങ്ങൾ. 1ാമത്തെ പുസ്തകം ദൈവത്തിന് സ്തുതി, 2ാമത്തെ പുസ്തകം തൃത്വൈക ദൈവത്തിന് സ്തുതി, 3ാമത്തെ പുസ്തകം യേശുമിശിഹായിക്ക് സ്തുതി, 4ാമത്തെ പുസ്തകം കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി. 1ാം പുസ്തകത്തിൽ ദൈവത്തിന് സ്തുതി എന്ന് പറയുമ്പോൾ ദൈവത്തെ പൊതുവായിട്ട് അവതരിപ്പിക്കുകയും ആ ദൈവം സ്തുതിക്ക് യോഗ്യനാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുമാണ് ശ്രമിക്കുക. 2ാം ക്ലാസ് ആകുമ്പോഴേക്കും ആ ദൈവം ഒരു കൂട്ടായ്മയാണെന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന തൃത്വൈക ദൈവമാണെന്നും കൂടുതൽ ബോധ്യം നൽകുവാനാണ് തൃത്വൈക ദൈവത്തിന് സ്തുതി. 3ാം ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഈ തൃത്വൈക ദൈവത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്നത് യേശുക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ അദൃശ്യനായും പുതിയ നിയമത്തിൽ ദൃശ്യനായും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും വെളിപ്പെടുത്തുന്നത് യേശുവാണ്. അപ്പോൾ തൃത്വത്തിൻ്റെ കേന്ദ്രമായ യേശുവിനെക്കുറിച്ചാണ് 3ാം പുസ്തകത്തിൻ്റെ ചർച്ചാ വിഷയം. അതുകൊണ്ടാണ് യേശുമിശിഹായ്ക്ക് സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഈ തൃത്വൈക ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആട്രിബ്യൂട്ട്, വിശേഷണം എന്ന് പറയുക ആ ദൈവത്തിൻ്റെ സ്നേഹമാണ്, കാരുണ്യമാണ്. അതുകൊണ്ടാണ് 4ാം പാഠം കാരുണ്യവാനായ ദൈവത്തിന് സ്തുതി. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും 1ാമത്തെ ക്ലാസ്സാണ് ചർച്ച ചെയ്യുക, ദൈവത്തിന് സ്തുതി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വേദപാഠാവലിയിലെ 1ാമത്തെ പുസ്തകമാണ് ദൈവത്തിന് സ്തുതി. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ വെളിപാടിൻ്റെ ചരിത്രം പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് മനുഷ്യ സൃഷ്ടിയിൽ മുന്നേറി അബ്രഹാമിൻ്റെ വിളിയിലൂടെ തുടർന്ന് യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ട ലോകാവസാനം വരെ പ്രഘോഷിക്കപ്പെടുന്ന ഈ വെളിപാടിൻ്റെ ചരിത്രം, ഈ വെളിപാടിൻ്റെ ചരിത്രമാണ് മതബോധനത്തിൻ്റെ കണ്ടൻറ്റ് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ ഈ വെളിപാടിൻ്റെ ചരിത്രത്തിൽ നിന്നും 20 വിഷയങ്ങൾ നമ്മളെടുത്താണ് 20 പാഠങ്ങൾ ക്രമീകരിച്ചിരിക്കുക. അപ്പോൾ വെളിപാടിൻ്റെ ചരിത്രമാണ് അതിൻ്റെ കണ്ടൻറ്റും നമ്മൾ പഠിച്ചു. ഈ വെളിപാടിൻ്റെ ചരിത്രത്തിൽ 20 വിഷയങ്ങളാണ് 1ാം ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുക. 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 20 പാഠങ്ങൾ നമ്മൾ ക്രമീകരിക്കുക. ഒന്നാമതായിട്ട് ഈ വെളിപാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ. രണ്ടാമതായിട്ട് 6 വയസ്സുള്ള കുട്ടിയാണ് 1ാം ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് വരിക. അപ്പോൾ 6 വയസ്സുള്ള കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്, അതിൻ്റെ പശ്ചാത്തലത്തിലും ഈ ഒരു തിരഞ്ഞെടുപ്പ് നടത്തും. മൂന്നാമതായിട്ട് 6 വയസ്സുള്ള കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ അതിലുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 20 വിഷയങ്ങൾ നമ്മൾ 1ാമത്തെ ക്ലാസ്സിൽ ക്രമീകരിച്ചിരിക്കുക. 1ാം പുസ്തകത്തിൻ്റെ തലക്കെട്ട് ദൈവത്തിന് സ്തുതി എന്ന് നമ്മൾ പറയുകയുണ്ടായി. എപ്പോഴും പുസ്തകത്തിൻ്റെ തലക്കെട്ടും 1ാമത്തെ പാഠത്തിൻ്റെ തലക്കെട്ടും ടൈറ്റിലും ഒന്ന് തന്നെയായിരിക്കും. 1ാം പാഠത്തിൻ്റെ ടൈറ്റിലും ദൈവത്തിന് സ്തുതി. അപ്പോൾ പുസ്തകത്തിൻ്റെ ടൈറ്റിലും 1ാമത്തെ പാഠത്തിൻ്റെ ടൈറ്റിലും പലപ്പോഴും ഒന്ന് തന്നെയായിരിക്കും, ദൈവത്തിന് സ്തുതി. അപ്പോൾ ദൈവത്തിന് സ്തുതി എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മനസ്സിലേക്ക് ദൈവം സ്തുതിക്ക് യോഗ്യനാണ്, ദൈവം സ്തുതിക്ക് യോഗ്യനാണ് എന്ന് പറയുമ്പോൾ, ദൈവത്തിന് സ്തുതി എന്ന് പറയുമ്പോൾ ദൈവം ഏകനാണ് എന്നും അവിടെ ഒരു ധ്വനിയുണ്ട്. ദൈവങ്ങൾക്ക് സ്തുതി എന്നല്ല, ദൈവത്തിന് സ്തുതി. അപ്പോൾ ആ ദൈവം ഏകനാണ് എന്നൊരു ധ്വനിയും അവിടെയുണ്ട്. ആ ദൈവം സ്തുതിക്ക് യോഗ്യനാണ്, സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനായവൻ അവനാണ് ദൈവം. അപ്പോൾ ആ ദൈവം സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനായ ദൈവമാണെന്ന് പൊതുവായിട്ട് കുട്ടിക്ക് ബോധ്യം നൽകുകയാണ്. 1ാം ക്ലാസ്സിൻ്റെ 1ാം പാഠം ആരംഭിക്കുന്നത് ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ അകത്ത് 1ാമത്തെ സെൻറ്റൻസ് ആരംഭിക്കുന്നത് ശ്രദ്ധിക്കുക. കുരിശു വരച്ച് നാം പ്രാർത്ഥിക്കുന്നു,
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. 2 കുട്ടികൾ കുരിശിൻ്റെ ഇടത്തും വലത്തും നിന്ന് കുരിശിനെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുക. അതുതന്നെയാണ് നമ്മൾ ടൈറ്റിൽ പേജിലും പുസ്തകത്തിൻ്റെ ടൈറ്റിൽ പേജിലും കൊടുത്തിരിക്കുന്നത്, 1-ാമത്തെ പാഠത്തിലും. അപ്പോൾ പേരിൻ്റെയും പഠത്തിൻ്റെയും വ്യാഖ്യാനം തന്നെയാണ് 1-ാമത്തെ പാഠത്തിലും നമ്മൾ പ്രത്യേകമായിട്ട് നൽകിയിരിക്കുക. അപ്പോൾ അവിടെ കുരിശ് വരച്ചുകൊണ്ടാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. അപ്പോൾ ഈ ഡിക്ലറേഷനിലൂടെ 2 കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഒരു ഡിക്ലറേഷൻ, ഒരു പ്രഖ്യാപനം. 2-ാമത് ഒരു ആക്ഷൻ. അപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ എന്നൊരു ഡിക്ലറേഷനും പ്രഖ്യാപനവും. 2-ാമത് കുരിശ് വരയ്ക്കുക എന്നൊരു പ്രവൃത്തി. 2 ഒന്നിച്ചാണ് നടക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. 2ഉം ഒരേ സമയത്ത് നടക്കുകയാണ്, ഒരു ഡിക്ലറേഷനും ഒരു ആക്ഷനും. ആദ്യമായിട്ട് നമുക്ക് ഈ ഡിക്ലറേഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞ് ടൈറ്റിൽ കൊടുത്തിട്ട് അടുത്ത പാഠം ആരംഭിക്കുന്നത് തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ദൈവം, ആ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവമാണ്. അതൊരു കൂട്ടായ്മയാണ്, 3 വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ ആണിക്കല്ല്, ഏറ്റവും പരമമായ അടിസ്ഥാനം എന്ന് പറയുക ഈ 3 വ്യക്തികളിലുള്ള വിശ്വാസമാണ്. അതാണ് വിശ്വാസ പ്രഖ്യാപനമായി നമ്മൾ ചൊല്ലുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഏകനാണെന്നും അതേസമയം ആ ദൈവം ഒരു കൂട്ടായ്മയാണെന്നും ത്രിത്വൈക ദൈവമാണെന്നും 1-ാം ക്ലാസ്സിലെ 1-ാം പാഠത്തിൽ തന്നെ കുഞ്ഞിന് ബോധ്യം നൽകുകയാണ്. നാം വിശ്വസിക്കുന്ന ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന 3 വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന ബോധ്യം ആദ്യം തന്നെ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് നൽകുകയാണ്. അതിന് മറുപടിയായിട്ട് ആദ്യം മുതൽ എന്നേക്കും ആമീൻ. പ്രാർത്ഥനകളെല്ലാം ആരംഭിക്കുന്നത് ഈ ഡിക്ലറേഷനോട് കൂടിയാണ്. പുരോഹിതൻ ശുശ്രൂഷ ആരംഭിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞ് കുരിശ് വരച്ചുകൊണ്ടാണ്. അപ്പോൾ ജനം കുരിശ് വരച്ചുകൊണ്ട് ആദ്യം മുതൽ എന്നേക്കും ആമീൻ. അപ്പോൾ പുരോഹിതൻ നടത്തുന്ന പ്രഖ്യാപനം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുമ്പോൾ ജനം ഒന്നുചേർന്ന് ഏറ്റുപറയുകയാണ്. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആദ്യം മുതൽ എന്നേക്കും സ്തുതിക്ക് യോഗ്യരാണ്, ആരാധനയ്ക്ക് യോഗ്യരാണ്. അതായത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആരംഭവും അന്ത്യവുമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ 3 അനാദിയിലേ ഉള്ളവരാണെന്നും അവരെന്നുമെന്നേക്കും നിത്യമായി നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണെന്നും ദൈവജനം മറുപടിയായിട്ട് ഏറ്റുപറയുകയാണ്. ചുരുക്കത്തിൽ ദൈവം ഒന്നേ ഉള്ളൂ എന്നും ദൈവത്തിൽ 3 വ്യക്തികളുണ്ട് എന്നും 1-ാം പാഠത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കുട്ടിക്ക് ബോധ്യം നൽകുകയാണ്. 1-ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ കണ്ടൻറ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. കുരിശ് വരച്ച് നാം പ്രാർത്ഥിക്കുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമാണ്, കുരിശ് രക്ഷയുടെ അടയാളമാണ്. ഡിക്ലറേഷനും ആക്ഷനും പൊതുവായിട്ടോടെ സൂചിപ്പിച്ചു. ദൈവം ഒന്നേ ഉള്ളൂ, ദൈവത്തിൽ 3 ആളുകളുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ 1-ാം ക്ലാസ്സിൻ്റെ 1-ാമത്തെ പാഠത്തിൽ തന്നെ നാം വിശ്വസിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം, അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന 3 വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണെന്നും അത് ത്രിത്വൈക ദൈവമാണെന്നും ഏറ്റവും അടിസ്ഥാനപരമായ ബോധ്യം കുട്ടിയുടെ മനസ്സിലേക്ക് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് 1-ാം ക്ലാസ്സിൻ്റെ 1-ാം പാഠത്തിൽ തന്നെ ആരാണ് ദൈവം എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം നൽകാനായിട്ട് പരിശ്രമിക്കുക? ആദിമസഭയിൽ ആരാണ് ദൈവം എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങൾ രൂപപ്പെടുകയുണ്ടായി. യഹൂദ പശ്ചാത്തലത്തിൽ സ്ട്രിക്റ്റ് മോണോതെയിസം, ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചിരുന്ന യഹൂദ ജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരുവനേ ഉള്ളൂ, യഹോവ മാത്രം. അപ്പോൾ യേശുക്രിസ്തു ആരാണ്, പരിശുദ്ധാത്മാവ് ആരാണ്? ആ ചോദ്യത്തിന് ആദിമസഭ ഉത്തരം പറയേണ്ടി വന്നു.
അപ്പോൾ യേശു ദൈവമാണെന്നുള്ള ബോധ്യം, വിശ്വാസം യേശു ജീവിച്ചിരുന്ന കാലത്തും അതിനുശേഷവും ശക്തമായി വിശ്വാസികളിടയിൽ ഉണ്ടായി. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ബോധ്യവും വളരെ ശക്തമായി ഉണ്ടായി. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യക്തികളാണ്, 3 പേഴ്സൺസാണ് എന്ന് പറയുന്നത് വഴി 3 ദൈവങ്ങളുണ്ട് എന്നുള്ളൊരു ചിന്താധാര ഒരുപക്ഷെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതായി പലർക്കും തോന്നി. അപ്പോൾ യഹൂദന്മാരുടെ സ്ട്രിക്റ്റ് മോണോതെയിസത്തിന് അത് വളരെ എതിരുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ പല അബദ്ധ സിദ്ധാന്തങ്ങളും രൂപപ്പെട്ടു. അതായത് മോഡലിസം എന്ന് പറയുന്ന പ്രധാന ഒരു അബദ്ധ ഉപദേശം, ഒരു പാഷണ്ഡത രൂപപ്പെടുകയുണ്ടായി. അതായത് ദൈവം ഒരുവനേ ഉള്ളൂ എന്നുള്ള അടിസ്ഥാന ചിന്തയിൽ നിന്നുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമമായിരുന്നു മോഡലിസം. ദൈവം ഒരുവനേ ഉള്ളൂ. പഴയ നിയമത്തിലെ യഹോവ, ആ ദൈവം ഒറ്റ ദൈവമാണ്, ഏകദൈവമാണ്, ആ ദൈവമാണ് പിതാവ്. ആ ദൈവം പുതിയ നിയമത്തിൽ മനുഷ്യനായി കാണപ്പെട്ടു. ഇറ്റ് ഈസ് ഓൺലി വൺ പേഴ്സൺ. പിതാവ് എന്ന വ്യക്തി തന്നെയാണ് പുത്രനായത്. യേശുവിൻ്റെ മരണ ഉത്ഥാന ശേഷം പുത്രൻ തന്നെ പരിശുദ്ധാത്മാവായി കാണപ്പെട്ടു. ചുരുക്കത്തിൽ പഴയ നിയമത്തിൽ യഹോവയാകുന്ന പിതാവാകുന്ന ഏക വ്യക്തി എന്ന ആ ദൈവയാഥാർത്ഥ്യം, ആ വ്യക്തി തന്നെയാണ് മനുഷ്യനായത്, ആ വ്യക്തിയാണ് മരിച്ച് ഉത്ഥാനം ചെയ്തത്, ആ വ്യക്തി തന്നെയാണ് പരിശുദ്ധാത്മാവായിട്ട് സഭയിൽ പ്രവർത്തിക്കും. അപ്പോൾ ഒറ്റ ദൈവം 3 രീതിയിൽ 3 കാലഘട്ടങ്ങളിൽ കാണപ്പെട്ടു. ഇതിനാണ് മോഡലിസം എന്ന് പറയുന്ന അബദ്ധോപദേശം. കേൾക്കുമ്പോൾ ഏകദൈവ വിശ്വാസത്തെ അത് സംരക്ഷിക്കുന്നുണ്ട്, അതേസമയം തന്നെ 3 വ്യക്തികളെന്നുള്ള ആശയമോടെ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ആദിമസഭ ഇത് പാഷണ്ഡതയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയുണ്ടായി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യക്തികളാണ്. പിതാവല്ല മനുഷ്യാവതാരം ചെയ്തത്. തൃത്വത്തിലെ 2ാമത്തെ വ്യക്തിയായ ദൈവപുത്രനാണ്, പിതാവിൻ്റെ പുത്രനാണ് മനുഷ്യാവതാരം ചെയ്തത്. പരിശുദ്ധാത്മാവാകുന്ന വ്യക്തിയാണ് യേശുവിൻ്റെ മരണോത്ഥാന ശേഷം സഭയിൽ പെന്തിക്കോസ്തയിൽ വന്നതും പെന്തിക്കോസ്തയിൽ വന്ന് സഭയെ നയിക്കുന്നതും. അപ്പോൾ 3 വ്യക്തികളുണ്ട് എന്ന് സഭ അസന്നിഗ്ധമായി ആദിമസഭയിലെ സൂനോദോസുകളിലൂടെ പഠിപ്പിക്കുകയുണ്ടായി. ഈ 3 വ്യക്തികളും ഒന്നായിരിക്കുന്നു, ഒരു കൂട്ടായ്മയിലായിരിക്കുന്നു. ഏകദൈവം, ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? എന്താണ് ദൈവം എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കുമ്പോഴാണ് ദൈവം അതിൻ്റെ സ്വഭാവത്തിൽ, അതിൻ്റെ ബീയിങ്ങിൽ, അതിൻ്റെ സത്തയിൽ ദൈവം ഒന്നാണ്. വാട്ട് ഈസ് ഗോഡ്? ഗോഡ് ഈസ് എ ഡിവൈൻ ബീയിങ്. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ദൈവം ഒന്നായിരിക്കുന്നു. ഹൂ ഈസ് ഗോഡ്? ആരാണ് ദൈവം എന്ന് പറയുമ്പോൾ ആ ദൈവം പിതാവാണ്, പുത്രനാണ്, പരിശുദ്ധാത്മാവാണ്. 3 വ്യക്തികളിൽ ഈ ദൈവം അറിയപ്പെടുന്നു, മനസ്സിലാക്കപ്പെടുന്നു. പക്ഷേ ഈ 3 വ്യക്തികളുടെയും ദൈവിക സ്വഭാവം, നേച്ചർ, സത്ത ഒന്നാണ്. അതുകൊണ്ട് 3 അതിൻ്റെ ബീയിങ്ങിൽ, അതിൻ്റെ സ്വഭാവത്തിൽ ഒന്നായിരിക്കുന്നു. അതേസമയം വ്യക്തിത്വത്തിൽ 3 ആയിരിക്കുന്നു. പിതാവിന് പിതാവിൻ്റേതായ വ്യക്തിത്വമുണ്ട്, ഫാദർഹുഡ്. പുത്രന് പുത്രൻ്റേതായ വ്യക്തിത്വമുണ്ട്, സൺഷിപ്പ്. പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമുണ്ട്, സ്പിരേഷൻ, പുറപ്പെടൽ. അപ്പോൾ 3 ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ 3 വ്യക്തികളാണ്. അതേസമയം 3 വ്യക്തികളും ഏകമായിരിക്കുന്നു അതിൻ്റെ സ്വഭാവത്തിൽ, അതിൻ്റെ സത്തയിൽ, അതിൻ്റെ ബീയിങ്ങിൽ. ഈ രീതിയിലാണ് സഭ അതിനെ വ്യാഖ്യാനിച്ചത്. അപ്പോൾ സഭയുടെ അടിസ്ഥാന വിശ്വാസമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന 3 വ്യക്തികളുടെ കൂട്ടായ്മയാണ് തൃത്വൈക ദൈവം എന്ന അടിസ്ഥാന വിശ്വാസ രഹസ്യം. ഇതിനെ സഭ വളരെ ശക്തിയുക്തം പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചു. അതിനുവേണ്ടി പ്രാർത്ഥനകളിൽ അവർ ഈ ഡിക്ലറേഷൻ, സഭയുടെ അടിസ്ഥാന വിശ്വാസം പ്രാർത്ഥനയായിട്ട് രൂപപ്പെടുത്തുകയാണ്. ഏത് പ്രാർത്ഥന തുടങ്ങുമ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശ്വാസ സത്യം ഏറ്റുപറയുകയാണ്, വിശ്വാസ രഹസ്യം ഏറ്റുപറയുകയാണ്. ലെക്സ് സ്വരാന്തി, ലെക്സ് ക്രതേന്തി, ലെക്സ് വിവേന്തി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെ നിയമമായി, വിശ്വാസത്തിൻ്റെ നിയമം ജീവിത നിയമമായി. സത്യത്തിൽ പ്രാർത്ഥനയുടെ നിയമം
ഉണ്ടായത് വിശ്വാസ നിയമത്തിൽ നിന്നാണ്. ലെക്സ് ക്രദേന്തിയിൽ നിന്നാണ് ലെക്സ് ഒരാന്തി, ലോ ഓഫ് ഫെയ്ത്ത്, അതിൽ നിന്നാണ് ലോ ഓഫ് പ്രെയർ രൂപപ്പെട്ടത്. അപ്പോൾ പിന്നീട് ഈ ലോ ഓഫ് പ്രെയർ അത് പിൽക്കാലത്ത് ചൊല്ലി ഈ ലോ ഓഫ് പ്രെയർ ലോ ഓഫ് ഫെയ്ത്തായിട്ട് ഉള്ളിൽ ബോധ്യപ്പെടുകയാണ്. അത് വിശ്വാസത്തിൻ്റെ ജീവിതമായിട്ടും മനസ്സിലാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ലെക്സ് ഒരാന്തി, ലെക്സ് ക്രദേന്തി, ലെക്സ് വിവേന്തി എന്ന 3 പദപ്രയോഗങ്ങൾ സഭയുടെ ദൈവശാസ്ത്രത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. സഭയുടെ അടിസ്ഥാന വിശ്വാസത്തെയാണ് പ്രാർത്ഥനയായിട്ട് സഭ എപ്പോഴും അവതരിപ്പിക്കുക. അതുകൊണ്ടാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന അടിസ്ഥാന വിശ്വാസം പുരോഹിതൻ ഏറ്റുപറയുമ്പോൾ ദൈവജനം ഉച്ചത്തിൽ ഏറ്റുപറയുകയാണ്, ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനാദിയിലെ ഉള്ളവരാണെന്നും ഇവർ 3 പേരും സ്തുതിക്ക് യോഗ്യരാണെന്നും ദൈവം എന്നത് തൃത്വൈക ദൈവമാണെന്നും അതൊരു കൂട്ടായ്മയാണെന്നും സത്യ ഏക ദൈവമാണെന്നും ആ ഡിക്ലറേഷനിലൂടെ അവർ മറുപടിയായിട്ട് ഏറ്റുചൊല്ലുകയാണ്. മലങ്കര സഭയുടെ പ്രാർത്ഥനകളിൽ ഈ ഡിക്ലറേഷൻ എപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ എല്ലാ പ്രാർത്ഥനയും, അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള എല്ലാ സഭകളും, എല്ലാ പ്രാർത്ഥനയും, എല്ലാ കൂദാശകളും, എല്ലാ ശുശ്രൂഷകളും ആരംഭിക്കുന്നത് ഈ ഡിക്ലറേഷനോട് കൂടിയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമ്മുടെ സഭയിൽ മാത്രമല്ല, മറ്റെല്ലാ സഭകളിലും ഈ ഡിക്ലറേഷനിലോടുകൂടിയാണ് പ്രാർത്ഥനകൾ ആരംഭിക്കുക. വിശുദ്ധ കുർബാനയിലെ ഓരോ പ്രാർത്ഥനയും അവസാനിക്കുന്നതും ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിച്ചുകൊണ്ടാണ്. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അപ്പോൾ കുർബാനയിലെ ഓരോ പ്രാർത്ഥനയും അവസാനിക്കുന്നത് 3 വ്യക്തികളെയും പറഞ്ഞ് അവർക്ക് സ്തുതി അർപ്പിച്ചുകൊണ്ടാണ്. മലങ്കര സഭയിലെ പ്രാർത്ഥനകൾ നിരന്തരം ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയേറ്റുന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മലങ്കര സഭയിലെ പ്രാർത്ഥനയിലെ ഗാനങ്ങൾക്കിടയിൽ പുരോഹിതൻ ശുഭഹോലാബോ ലബ്രോ വെൽ റൂഹോ കാദീശോ, അതിൻ്റെ അർത്ഥം നമുക്കറിയാം, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നാണ് ആ സുറിയാനി വാക്കുകളുടെ അർത്ഥം. മെൻ ഓലം വാദ മെൽ ഓലം ഒൽമീൻ ആമീൻ, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. ഗാനങ്ങൾക്കിടയിലെല്ലാം ഒരു സ്റ്റാൻസ ചൊല്ലിക്കഴിയുമ്പോൾ ഉടനെ പുരോഹിതൻ ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ശുഭഹോലാബോ ലബ്രോവൽ റൂഹോ കാദീശോ എന്ന് ചൊല്ലും. ഉടനെ ജനം മെനോലം വാദ മെനോലം ഒൽമീനാമിൻ എന്ന് മറുപടി ചൊല്ലും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കെല്ലാം വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ്. നീണ്ട പ്രാർത്ഥനയ്ക്കിടയ്ക്കെല്ലാം നിരവധി തവണ ഈ ഡിക്ലറേഷൻ പറഞ്ഞ് വിശ്വാസികളുടെ മനസ്സിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന 3 വ്യക്തികളടങ്ങിയ ത്രിയേക ദൈവമാണെന്ന ബോധ്യം വിശ്വാസികൾ കൊടുക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് മലങ്കര സഭയുടെ പാഠാവലിയുടെ 1-ാം ക്ലാസ്സിലെ 1-ാം പാഠത്തിൽ തന്നെ ഈ ഡിക്ലറേഷൻ പഠിപ്പിക്കാനായിട്ട് നമ്മൾ താല്പര്യം കാണിച്ചത്. കുട്ടിയോട് ആരാണ് നിൻ്റെ ദൈവം എന്ന ചോദ്യത്തിന് കുട്ടി 1-ാം ക്ലാസ്സിൽ തന്നെ ഉത്തരം പറയാൻ പഠിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവമാണ് എന്ന് കുട്ടിക്ക് പറയാൻ 1-ാം ക്ലാസ്സിൽ 1-ാം പാഠത്തിൽ തന്നെ കുട്ടിയെ പഠിപ്പിക്കുകയാണ്. ആദ്യം നമ്മൾ ഡിക്ലറേഷനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമത് കുരിശുവര, ഒരാക്ഷൻ അതിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തേതാണ് പ്രവൃത്തി. രണ്ടും ഒരുമിച്ചാണ് നടക്കുക. അപ്പോൾ കുരിശ് വരച്ചുകൊണ്ടാണ് ഈ ഡിക്ലറേഷൻ നടത്തുക. നമുക്കറിയാം, കുരിശ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ മതാത്മകതയുടെ കേന്ദ്രമാണ്. കുരിശുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നാം ക്രമീകരിക്കുക. അപ്പോൾ ക്രിസ്തീയതയുടെ അടിസ്ഥാനപരമായ ഒരു സിമ്പിളാണ് കുരിശ് എന്ന് പറയുക. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി ആദ്യം പഠിക്കുന്ന റിലീജിയസ് സൈൻ കുരിശ് വരയ്ക്കാനാണ്. ആദ്യം പഠിക്കുന്ന ഡിക്ലറേഷനും അതിനോട് ചേർന്നുള്ള പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം എന്നേക്കും ആമീൻ. കുഞ്ഞ് വളർന്നു വരുമ്പോൾ അമ്മ കുഞ്ഞിനെ മടിയിലിരുത്തി ആദ്യം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് എന്താണ്? കുരിശ് വരയ്ക്കാനാണ് പഠിപ്പിക്കുക. കുഞ്ഞിൻ്റെ കയ്യിൽ അമ്മ പിടിച്ചുകൊണ്ട് നെറ്റിയിലും നെഞ്ചത്തും ഇടത്തും വലത്തുമുള്ള തോളിൽ 3 വിരൽ കൂട്ടിപ്പിടിച്ച് കുഞ്ഞിനെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കും. എന്നിട്ട് ചൊല്ലാനും പഠിപ്പിക്കും.
ഒരാക്ഷനും ഡിക്ലറേഷനും ഒന്നിച്ചാണ് കുഞ്ഞിനെ പഠിപ്പിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അപ്പോൾ കുഞ്ഞ് അടിസ്ഥാനപരമായി പഠിക്കുന്ന റിലീജിയസ് സിമ്പിൾ എന്ന് പറയുക കുരിശ് വരയ്ക്കാനാണ്. ആദ്യം കുഞ്ഞു പഠിക്കുന്ന പ്രാർത്ഥനയും ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുന്ന ഡിക്ലറേഷനുമാണ്. അപ്പോൾ കുട്ടിയുടെ അനുഭവത്തിൽ നിന്നാണ് കുട്ടിയെ പഠിപ്പിക്കുക. ഒരിക്കലും കേൾക്കാത്തൊരു കാര്യമല്ല കുട്ടിയെ സൺഡേ സ്കൂളിലോട്ട് ആദ്യം പ്രത്യേക ക്ലാസ്സിൽ വന്ന് 1-ാം ക്ലാസ്സിൽ 1-ാം പാഠത്തിൽ കുട്ടി പഠിക്കുന്നത് ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മ പഠിപ്പിച്ച കാര്യം കുഞ്ഞിനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് വളരെ മുന്നറിവുണ്ട്, അതിനെക്കുറിച്ച് അറിവുണ്ട്, അനുഭവമുണ്ട്. അപ്പോൾ കുട്ടിയുടെ മുന്നറിവിൽ നിന്നുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മളെ പഠിപ്പിക്കുക. കുഞ്ഞ് അറിയുകയും അനുഭവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യമാണ് 1-ാം ക്ലാസ്സിലെ 1-ാം പാഠത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് വിവരിക്കുക. നമുക്കറിയാം ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാന ചിഹ്നമാണ് കുരിശ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. യേശുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനവും മാത്രമല്ല കുരിശിലൂടെ അനുസ്മരിക്കുക. കുരിശ് വരയ്ക്കുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുമ്പോൾ 3 വ്യക്തികളെ അവിടെ പ്രത്യേകമായിട്ട് അനുസ്മരിച്ചുകൊണ്ടാണ് പറയുക. അതായത് അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ, ആ പുത്രൻ കാലത്തികവിൽ മനുഷ്യനായി അവതരിച്ചു. അവൻ മരിച്ച് ഉത്ഥാനം ചെയ്ത് പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തന്നു. അങ്ങനെ തിന്മയിലായിരുന്നു നമ്മളെ ഇടത്തിൽ നിന്നും വലതിലേക്ക് നമ്മെ കൊണ്ടുവന്നു, രക്ഷയിലേക്ക് കൊണ്ടുവന്നു. ഈ ഒരു ഡിക്ലറേഷൻ അവിടെ നടത്തുകയാണ് കുരിശ് വരയിൽ. അപ്പോൾ കുരിശ് യേശുവിൻ്റെ മരണ ഉത്ഥാനത്തിൻ്റെ അടയാളം മാത്രമല്ല, പിന്നെയോ തൃത്വൈക ദൈവത്തിൻ്റെ ഒരു സിമ്പിൾ കൂടിയാണ്, അടയാളം കൂടിയാണ്. കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നതോടുകൂടി തൃത്വൈക ദൈവത്തെ അവിടെ പൊതുവായിട്ട് അനുസ്മരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്ന് പറഞ്ഞ് കുരിശ് വരയ്ക്കുക. 1-ാം ക്ലാസ്സിലെ കുട്ടിയെ കുരിശ് വര പഠിപ്പിക്കുന്നതിലൂടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുവാനും കുട്ടിയെ പരിശീലിപ്പിക്കുകയാണ്. അതിന് ഉത്തരമായിട്ട് 2 കാര്യങ്ങളോട് സൂചിപ്പിക്കുന്നുണ്ട്. കുരിശ് വരച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ എന്നിട്ട് പറയുകയാണ്, കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമാണ്, കുരിശ് രക്ഷയുടെ അടയാളമാണ്. കുരിശിനെ സംബന്ധിച്ച് 2 വാക്കുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമാണ്, കുരിശ് രക്ഷയുടെ അടയാളമാണ്. എന്താണ് കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമാണെന്ന് പറയുക? തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. അപ്പം ദൈവസ്നേഹത്തിൻ്റെ മൂർത്തിഭാവം നമ്മൾ കാണുന്നത് കുരിശിലാണ്. മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു തന്നെ കുരിശിൽ സ്വയം ബലിയായി സമർപ്പിച്ചു എന്നുള്ളതാണ് ദൈവം മനുഷ്യനോട് കാണിച്ച സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തിഭാവം. അതുകൊണ്ട് കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമാണ്. ദൈവത്തിന് മനുഷ്യനുള്ള സ്നേഹത്തിൻ്റെ അവസാനത്തെ അടയാളം, അപൂർണമായ അടയാളം. ഇതിൽക്കുള്ളിൽ സ്നേഹം ദൈവത്തിന് കാണിക്കാനില്ല. 2-ാമത്തേത് കുരിശ് രക്ഷയുടെ അടയാളമാണ്. മനുഷ്യവംശം മുഴുവൻ യേശുവിലൂടെ രക്ഷിക്കപ്പെട്ടത് ഈ കുരിശ് മരണത്തിലൂടെയാണ്. കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത, അങ്ങനെ മനുഷ്യവംശത്തിന് നഷ്ടപ്പെട്ട പരിശുദ്ധാത്മാവിനെ തിരികെ കൊടുത്ത് മനുഷ്യവംശത്തെ എന്നേക്കുമായി രക്ഷിച്ചത് ഈ കുരിശിലൂടെയാണ്. അതുകൊണ്ടാണ് കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമാണ്, കുരിശ് രക്ഷയുടെ അടയാളമാണ്. യേശു ബലിയർപ്പിച്ച ബലിപീഠമാണ് കുരിശ്. അത് കുരിശിനെ നമ്മൾ ആദരിക്കുന്നു, കുരിശിനെ വണങ്ങുന്നു, കുരിശ് ചുംബിക്കുന്നു. അതെല്ലാം യേശു ബലിയർപ്പിച്ച ബലിപീഠം ആയതുകൊണ്ടാണ്. ഓരോ പാഠത്തോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പാടാം, മനഃപ്പാഠമാക്കാം എന്ന് പറഞ്ഞ ഭാഗങ്ങളുണ്ട്. ഈ പാഠത്തിൻ്റെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന പ്രാർത്ഥനയും ഇതുതന്നെയാണ് കൊടുത്തിരിക്കുക: പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രവർത്തിക്കാം എന്ന് പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി കുരിശ് വരയ്ക്കും എന്ന് പറഞ്ഞ് കുരിശ് വരയ്ക്കുന്ന പടം പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിക്ലറേഷനും ആക്ഷനും അതാണ് പ്രാർത്ഥനയും പ്രവൃത്തിയുമായിട്ടും കൊടുത്തിരിക്കുക. പിന്നെ നമുക്ക് പാടാമെന്ന് പറഞ്ഞുകൊണ്ട് കുരിശിനെക്കുറിച്ചുള്ളൊരു പൊതുവായ ഗാനം നമുക്ക് മനഃപ്പാഠമാക്കാം. ഏറ്റവും വളരെ സിമ്പിളായൊരു വേദഭാഗം: ദൈവം സ്നേഹമാണ്. 1 യോഹന്നാൻ 4:8. 1 മുതൽ 20 വരെയുള്ള പാഠങ്ങൾ വെളിപാടിൻ്റെ ചരിത്രത്തിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ളതാണെന്ന് നമ്മൾ തുടക്കത്തിലേ പറയുകയുണ്ടായി. എന്നാൽ അതേസമയം തന്നെ 1 മുതൽ 20 വരെയുള്ള പാഠങ്ങൾ കൗമ പ്രാർത്ഥനയുടെ വ്യാഖ്യാനം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കൗമ പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനയും ആരംഭിക്കുമ്പോൾ കൗമ ചൊല്ലിക്കൊണ്ടാണ്
ശുശ്രൂഷകളും ഒക്കെ നമ്മൾ ആരംഭിക്കുക. വീട്ടിലെ പ്രാർത്ഥന ചൊല്ലുമ്പോഴും പള്ളിയിലെ നമസ്കാരങ്ങളും എല്ലാം കൗമാ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ചൊല്ലുക. ഈ കൗമാ പ്രാർത്ഥനയുടെ വ്യാഖ്യാനമാണ് 20 പാഠങ്ങളിലായിട്ട് നൽകുക. അതുകൊണ്ട് 1-ാം പാഠം മുതൽ 20 വരെയുള്ള പാഠങ്ങളിൽ കൗമായിലെ പ്രാർത്ഥനകൾ ചെറിയ ചെറിയ ഭാഗങ്ങളിലായിട്ട് കുഞ്ഞിനെ പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ആ പ്രാർത്ഥനയുടെ ദൈവശാസ്ത്ര വ്യാഖ്യാനമാണ് ക്ലാസിൻ്റെ കണ്ടൻ്റായിട്ടും കൊടുത്തിരിക്കുക. അപ്പോൾ കൗമാ പ്രാർത്ഥനയുടെ വ്യാഖ്യാനമാണ് സത്യത്തിൽ 20 പാഠങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുക. കൗമാ പ്രാർത്ഥന തുടങ്ങുന്ന ഡിക്ലറേഷൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് 1-ാം പാഠം ആരംഭിച്ചത്. 20 പാഠം കുട്ടി പഠിച്ചു കഴിയുമ്പോഴേക്കും കൗമാ പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനകളും പല പല ഭാഗങ്ങളായിട്ട് അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. 1-ാം ക്ലാസ് പഠിച്ച് പൂർത്തിയാകുന്നൊരു കുഞ്ഞ് കൗമാ പ്രാർത്ഥന കാണാതെ പഠിക്കും. അതിൻ്റെ ദൈവശാസ്ത്രം മുഴുവൻ അവൻ അറിയാതെ പഠിക്കുകയാണ്. 20 പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സൂചിപ്പിക്കാം. 2-ാമത്തെ പാഠം ദൈവമെല്ലാം സൃഷ്ടിച്ചു. ആദ്യം ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞിട്ട് ആ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവമാണെന്ന് പറഞ്ഞിട്ട് ആ ദൈവം ആണെല്ലാം സൃഷ്ടിച്ചത്. 2-ാമത്തെ പാഠം ദൈവം എല്ലാം സൃഷ്ടിച്ചു. ദൈവം എന്നെ സൃഷ്ടിച്ചു, എല്ലാവരെയും സൃഷ്ടിച്ചു. ദൈവമാണ് സ്രഷ്ടാവ്. ബാക്കിയുള്ളതെല്ലാം കാണുന്നതും കാണപ്പെടാത്തതുമായ സകലതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് കുട്ടിയെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് കുട്ടിയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. എന്താണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്? ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി, ബാറയ്ക്കും. പറഞ്ഞോ, ദൈവമേ നിനക്ക് സ്തുതി. എന്നിട്ട് പറയാം സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഞങ്ങളെ ഈ പ്രപഞ്ചത്തെയും എല്ലാത്തിനും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവമേ നിനക്ക് സ്തുതി എന്ന് കുട്ടിയെ പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുക. എന്നിട്ട് അതിന് പ്രവർത്തിക്കാം, പാടാം, പിന്നെ നമുക്ക് മനഃപ്പാഠമാക്കാം. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഉൽപ്പത്തി 1:1. ഇനി 3-ാം പാഠത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തുതി. ആ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത്. ആ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നെയും എൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത് ഈ ദൈവമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നെ സൃഷ്ടിച്ചത് ദൈവമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്ന് സ്തുതി അർപ്പിച്ച ആ ദൈവം തന്നെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, എന്നെ സൃഷ്ടിച്ചത് എന്നുള്ള ബോധ്യം കുട്ടിക്ക് കൊടുക്കുകയാണ്. അവിടെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പിതാവായ ദൈവമേ നീ ഞങ്ങളുടെ സൃഷ്ടാവും സംരക്ഷണവുമാകാൻ നിനക്ക് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന. കൗമായിലെ അല്ലാത്ത പ്രാർത്ഥനകളും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്നാലും ഭൂരിഭാഗം പ്രാർത്ഥനകളും കൗമായിലെ പ്രാർത്ഥനകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 2 മുതൽ 6 വരെയുള്ള പാഠങ്ങൾ പൊതുവായി തൃത്വൈക ദൈവത്തെക്കുറിച്ചും പ്രത്യേകമായിട്ട് പിതാവാൻ ദൈവത്തെക്കുറിച്ചുമാണ് സൂചിപ്പിക്കുക. 4-ാമത്തെ പാഠം ദൈവം എല്ലാവരുടെയും പിതാവ്. അപ്പോൾ ആദ്യം ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞു, ആ ദൈവം സൃഷ്ടാവായ ദൈവമാണെന്ന് പറഞ്ഞു, ആ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു. എന്ന് പറയുകയാണ് ആ ദൈവം എല്ലാവരുടെയും പിതാവാണ്. ദൈവമാണ് എല്ലാവരെയും സൃഷ്ടിച്ചതെങ്കിൽ, നമ്മളെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണെങ്കിൽ ആ ദൈവം എല്ലാവരുടെയും പിതാവാണ്. നമ്മളെല്ലാം ആ ദൈവത്തിൻ്റെ മക്കളാണ്. ഒരുപക്ഷെ ക്രിസ്തുവിശ്വാസത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു ഡിക്ലറേഷനാണ് ദൈവം എല്ലാവരുടെയും പിതാവ്. അതുകൊണ്ടാണ് പ്രാർത്ഥന തുടങ്ങുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവത്തെ നമുക്ക് പിതാവ് എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടി. അങ്ങനെ ഭാഗ്യമുള്ള ജനതയാണ് ക്രിസ്ത്യാനി. മറ്റൊരു മതത്തിനും ആ ഒരു ഭാഗ്യമില്ല. മറ്റൊരു മതവും ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നില്ല. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന വഴി അവിടെ ദൈവത്തിൻ്റെ അതോറിറ്റി അംഗീകരിക്കുന്നു. അതേസമയം തന്നെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധവും അവിടെയുണ്ട്, റിലേഷൻഷിപ്പുമുണ്ട്. എൻ്റെ അപ്പനോട് എനിക്ക് ഒരു റിലേഷൻഷിപ്പുണ്ട്, അവിടെ ഒരു ബന്ധമുണ്ട്. അതേസമയം തന്നെ അപ്പൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു അതോറിറ്റി ഉണ്ട്. അപ്പനെ ഞാൻ അനുസരിക്കേണ്ടതാണ്, അപ്പൻ്റെ ശിക്ഷണത്തിന് ഞാൻ വിധേയനാകേണ്ടവനാണ്. അതേസമയം അതോറിറ്റി മാത്രമല്ല, അവിടെ ഒരു ബന്ധം കൂടിയുണ്ട്, സ്നേഹത്തിൻ്റെ ഒരു ബന്ധം. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാര്യം. ദൈവത്തെ നമുക്ക് അപ്പനെന്ന് വിളിച്ച് ആ ഒരു സ്നേഹത്തിലായിരിക്കാൻ സാധിക്കുന്നു. ദൈവം എല്ലാവരുടെയും പിതാവ്.
എന്ന് കുട്ടിയെ പഠിപ്പിച്ചിട്ട് എല്ലാറ്റിനെയും സൃഷ്ടിച്ച ദൈവമാണ്. എല്ലാവരെയും സൃഷ്ടിച്ചത്, കാണുന്നതും കാണപ്പെടാത്തതും എല്ലാത്തിനെയും സൃഷ്ടാവ് ദൈവമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ്. അതിനാൽ ദൈവം എല്ലാവരുടെയും പിതാവാണ്. അവിടുന്ന് സ്വർഗസ്ഥനായ പിതാവാണ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കണ്ടോ? അപ്പോൾ ദൈവം എല്ലാവരുടെയും പിതാവാണെന്ന് പറഞ്ഞ ഉടനെ കുഞ്ഞിനെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന കുഞ്ഞിനെ പഠിപ്പിക്കുകയാണ്. അതിനോട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാം. ദൈവം സൃഷ്ടിച്ച എല്ലാവരെയും ഞാൻ സ്നേഹിക്കും. നമുക്ക് പാടാം, നമുക്ക് മനഃപ്പാടമാക്കാം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. 1 യോഹന്നാൻ 3:1. ദൈവം എല്ലാവരുടെയും പിതാവ്. 5-ാം പാഠം, ദൈവം എല്ലാവരെയും പരിപാലിക്കുന്നു. ദൈവം സൃഷ്ടിക്കുക മാത്രമല്ല, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമാണ്. കോഴിയുടെയും കുഞ്ഞിൻ്റെയും ഒക്കെ പടം കൊടുത്തുകൊണ്ട് ഒരു പരിപാലനയുടെ അടയാളം സൂചിപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ അപ്പനും അമ്മയും എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നു, എന്നെ കൂടെ കൊണ്ടു നടക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടുന്നതെല്ലാം തരുന്നു. എന്നോട് എത്ര സ്നേഹമാണ്. ദൈവം എല്ലാവരുടെയും പിതാവാണ്. എല്ലാവർക്കും ആവശ്യമായത് ദൈവം നൽകുന്നു. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പകുതി ഭാഗമാണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. അതിൻ്റെ ബാക്കി പകുതി ഭാഗം ഈ പാഠത്തിലാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. കണ്ടോ? പരിപാലനയുടെ ചിന്ത കൂടുതൽ വ്യക്തമാക്കാം. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഉണ്ടോ? പരിപാലിക്കുന്ന ദൈവം. അപ്പോൾ ദൈവത്തിന് സ്തുതി. ആ ദൈവം സൃഷ്ടാവാണ്. ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നെ സൃഷ്ടിച്ചു. ആ ദൈവം എല്ലാവരുടെയും പിതാവാണ്. ആ ദൈവം എല്ലാവരെയും പരിപാലിക്കുന്ന ദൈവമാണ്. ആ ദൈവം എല്ലായിടത്തുമുണ്ട്. ഒമ്നി പ്രസൻറ്റ്, എല്ലായിടത്തും ആയിരിക്കുന്ന ദൈവം. ആ ദൈവം എല്ലായിടത്തുമുണ്ട്. അപ്പോൾ കുട്ടിയെ പഠിപ്പിക്കുകയാണ്, എനിക്ക് പലതും കാണാം, പക്ഷെ ദൈവത്തെ കാണാൻ പറ്റത്തില്ല. കാരണം ദൈവം അരൂപിയാണ്. ദൈവത്തിന് ശരീരമില്ലാത്തത് കൊണ്ട് ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നമുക്ക് ശരീരമുള്ളത് കൊണ്ട് നമ്മളെ കാണാൻ പറ്റും. ദൈവം അരൂപിയാണ്. ദൈവത്തിന് ശരീരമില്ല. അരൂപിയായ ദൈവത്തിന് എല്ലായിടത്തും ആയിരിക്കാനായിട്ട് സാധിക്കും. ഒരേ സമയം എല്ലായിടത്തും ആയിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ദൈവം എല്ലായിടത്തും ഉണ്ട്. കരയിലും കടലിലും ആകാശത്തിലും എൻ്റെ വീട്ടിലും കലിസ്ഥലത്തും ഞാൻ പോകുന്നിടത്തെല്ലാം ദൈവമുണ്ട്. ദൈവം എല്ലാം അറിയുന്നു, ദൈവം എല്ലാം കാണുന്നു. ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ കൺമുൻപിലാണ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൗമാ പ്രാർത്ഥനയുടെ 2ാമത്തെ ഡിക്ലറേഷൻ കഴിഞ്ഞുള്ള ഭാഗം തുടങ്ങുകയാണ്. തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ. കണ്ടോ? ആകാശവും ഭൂമിയും ലോകം മുഴുവൻ ഒരേ സമയം നിറഞ്ഞിരിക്കുന്ന ദൈവം. അപ്പോൾ ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം. അതിന് നമ്മുടെ പാടാം, പ്രവർത്തിക്കാം, മനഃപ്പാടമാക്കാം. കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളും നിറഞ്ഞിരിക്കുന്നു. പ്രഭാഷകൻ 42:16. ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ എപ്പോഴും ഓർക്കും, അതനുസരിച്ച് ഞാൻ പെരുമാറും. ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞ് 1-ാം പാഠം ആരംഭിച്ചു. 2 മുതൽ 6 വരെ പാഠങ്ങൾ തൃത്വത്തെ മൊത്തമായും പിതാവായ ദൈവത്തെ പ്രത്യേകമായും നമ്മൾ കുഞ്ഞിനെ പഠിപ്പിക്കുകയാണ്. 7-ാം പാഠം മുതൽ പുത്രനായ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോൾ പുത്രനായ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മനുഷ്യാവതാരം എന്നുള്ള കട്ടിയുള്ള പദമൊന്നും കുഞ്ഞിന് പരിചിതമല്ല. എന്നാൽ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന അറിവാണ് ക്രിസ്തുമസ്. ടൈറ്റിൽ അതുകൊണ്ടാണ് ക്രിസ്തുമസ് എന്ന് എഴുതിയിരിക്കുക. മനുഷ്യാവതാരം എന്നൊക്കെ ഒന്നിലെ കുട്ടിയോട് പറയുന്നതിനേക്കാൾ ക്രിസ്തുമസ്, കുട്ടിക്കത് പരിചയമുണ്ട്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ കുട്ടിക്ക് അറിയാവുന്നതാണ്. മനുഷ്യനായി ജനിച്ച ദൈവമാണ്. ദൈവത്തിലെ 2ാമത്തെ വ്യക്തിയായ, തൃത്വത്തിലെ 2ാമത്തെ വ്യക്തിയായ ദൈവപുത്രനാണ്, പുത്രനാണ് മനുഷ്യനായി ജനിച്ചത്. ആ മനുഷ്യനായി ജനിച്ച ദൈവമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ പിറന്നാളാണ് ക്രിസ്തുമസ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ജനനം, യേശുവിനെ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് ക്രിസ്മസിന് അന്നത്തെ സ്ലീബാഘോഷത്തിന് ചൊല്ലുന്ന പ്രാർത്ഥന, ഞങ്ങൾക്ക് വേണ്ടി ശിശുവായി ജനിച്ചവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുട്ടിയെ പാടാൻ പഠിപ്പിക്കും. തലമുറകൾ തോറും ജനന പെരുന്നാൾ ആഹ്ലാദപൂർവം ഘോഷിക്കുന്നു. ഓരോ ക്രിസ്മസിനും കുട്ടി ഇത് കേൾക്കും.
അപ്പോൾ കുട്ടിക്ക് പരിചയമുള്ള കാര്യമാണ് നമ്മൾ ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുക. കുട്ടിക്ക് മുന്നറിവുണ്ട്, ക്രിസ്മസ് എന്താണ്, യേശുവിൻ്റെ ജന്മമാണ്, അത് കുട്ടിയെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് 8ാമത്തെ പാഠം, യേശുവിൻ്റെ അമ്മ. യേശു ജനിച്ചത് ഒരു മനുഷ്യ സ്ത്രീയിൽ നിന്നാണ്, മനുഷ്യ വ്യക്തിയിൽ നിന്നാണ്. യേശു ചരിത്രപുരുഷനാണ്. ലോകത്തിൽ പലസ്തീനയിലെ ബേത്ലഹേമിൽ അവൻ ജനിച്ചു, നസ്രത്തിൽ വളർന്നു. ചരിത്രത്തിൻ്റെ ഭാഗമാണ്. യേശു എന്നത് ഒരു സങ്കല്പമോ ഒരു ഫാൻറ്റസിയോ അല്ല, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. മറിയത്തിൽ നിന്നും യേശു ജനിച്ചു, യേശുവിൻ്റെ അമ്മ. അപ്പോൾ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി. നമ്മൾ മലങ്കര ആരാധനാക്രമത്തിൽ കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് നമ്മൾ പ്രാർത്ഥന ചൊല്ലുക. എന്നാൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നാണ് പണ്ട് മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് ചില സഭകളിലൊക്കെ അങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറയാറുണ്ട്. എന്നാൽ അതിനേക്കാൾ കുറേ കൂടെ ക്ലിയറാണ് കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കാരണം നന്മയുടെ നിറവ് ദൈവമാണ്. പരിശുദ്ധ കന്യകാമറിയം ദൈവമല്ല, മനുഷ്യവ്യക്തിയാണ്. എല്ലാ വിധത്തിലും പൂർണ്ണമായ മനുഷ്യവ്യക്തി. പരിശുദ്ധ മറിയം ദൈവമല്ല, അതുകൊണ്ട് മറിയത്തെ ആരാധിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധ മറിയം അവൾ മനുഷ്യവ്യക്തി ആയിരിക്കുമ്പോൾ തന്നെ അവൾ എല്ലാ പാപത്തിൽ നിന്നും വിമുക്തയായിരുന്നു. ഉത്ഭവപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും വിമുക്തിയായിരുന്നു. കാരണം അവൾ കൃപ ലഭിച്ചു. ത്രൂ ഗ്രേസ്, കൃപയിലൂടെയാണ് അവൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയത്. കൃപയുടെ നിറവ് അവളിലുണ്ടായിരുന്നു. ആ കൃപ ദൈവം കൊടുത്തതാണ്. കൃപ നിറഞ്ഞവളെ സ്വസ്തി. നന്മയുടെ നിറവെന്ന് പറയുമ്പോൾ ദൈവത്തിന് മാത്രമേ നന്മയുടെ നിറവുള്ളൂ. എന്നാൽ മാതാവിന് ദൈവം കൊടുത്ത കൃപയുടെ നിറവാണുള്ളത്. അതുകൊണ്ടാണ് കൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൂതനും അങ്ങനെയാണ് പറഞ്ഞത്, കൃപ നിറഞ്ഞ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. എന്നിട്ട് കുഞ്ഞിനെ ഈ ക്ലാസ്സിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ. കണ്ടോ, കൗമാ പ്രാർത്ഥനയിലെ കൃപ നിറഞ്ഞ മറിയം നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ദൈവജനനി എന്നുള്ള പാട്ട് പള്ളിയിൽ പാടി പരിചയമുള്ള പാട്ടാണ്, കുഞ്ഞിനെ പാടാൻ പഠിപ്പിക്കും. 9ാമത്തെ പാഠം, യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കും. അറിയാം, ശിശുവായ യേശു 40ാം ദിവസം മറിയവും യൗസേപ്പും ദേവാലയത്തിൽ സമർപ്പിച്ച് 2 പ്രാവും കുഞ്ഞുങ്ങളെ കാഴ്ചയായിട്ടൊക്കെ അർപ്പിക്കുന്ന ഭാഗം നമുക്കറിയാം. നമ്മളെയും 40 ദിവസമോ അതിന് ശേഷമാണ് മാമോദീസായ്ക്ക് ദേവാലയത്തിൽ കൊണ്ടുപോകുക. ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ്. കൊച്ചിനെ മാമോദീസായെക്കുറിച്ച് കൊച്ചിനറിയാം. യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചാൽ ഇനിയും ദേവാലയത്തിൽ എൻ്റെ മാതാപിതാക്കളെ കാഴ്ചവെക്കുകയാണെന്നൊക്കെയുള്ള ബോധ്യം കുഞ്ഞിന് കൊടുക്കാം. അവരുടെ മാമോദീസയെക്കുറിച്ച് ഓർപ്പിക്കാം. നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ, നിങ്ങൾക്ക് അന്ന് ഇപ്പോൾ ഓർമ്മയില്ലായിരിക്കും, കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങളെ 40 ദിവസമോ അതിന് ശേഷമോ നിങ്ങളുടെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ടുപോയി ഇതുപോലെ ദൈവത്തിന് സമർപ്പിച്ചതാണ് എന്നൊക്കെയുള്ള ബോധ്യം കുഞ്ഞിന് കൊടുക്കാം. യേശു ശിശുക്കളോടൊത്ത്, യേശു ശിശുക്കളെ വലിയ ഇഷ്ടമാണ്. ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് 10ാമത്തെ പാഠം, ശിശുക്കളോടൊത്ത്. എന്നിട്ട് കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൗമാ പ്രാർത്ഥനയിൽ നിന്നാണ്. ഞങ്ങളുടെ കർത്താവെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. അടുത്തത് ഓശാന. കുഞ്ഞിന് പരിചയമുള്ളതാണ്. ഓശാനയ്ക്ക് പള്ളിയിൽ പോയിട്ടുണ്ട്, പൂവൊക്കെ വിതറിയിട്ടുണ്ട്. ഓശാന വലിയ സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ് കുട്ടികളെ സംബന്ധിച്ചുള്ള. അതിൻ്റെ ഗാനങ്ങളും പൂ വിതറലും ഒക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിറഞ്ഞേക്കും. അതിനുവേണ്ടി പൂ പറിക്കാൻ പോകുന്നതും അതൊക്കെ വലിയ അനുഭവം കുഞ്ഞിൻ്റെ മനസ്സിലുണ്ട്. ഓശാന. അപ്പോൾ ഓശാനയുടെ പാഠത്തിൽ അത് പറഞ്ഞിട്ട് ഉടനെ കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. കൗമാ പ്രാർത്ഥനയിലെ 2ാം ഭാഗം എന്താണ്? ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നതുമായവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി, ഉന്നതങ്ങളിൽ ഓശാന. വന്നവനും വരുവാനിരിക്കുന്നവനും. വന്നവൻ ആരാണോ? മനുഷ്യാവതാരം ചെയ്ത യേശു ദൈവപുത്രനാണ് വന്നവൻ. വരാനിരിക്കുന്നവനും അവനാണ്. 2ാമത്തെ വരവ്, വരാനിരിക്കുന്നവനും അവനാണ്. അവന് സ്തുതി. ഓശാനയ്ക്ക് ഞാൻ പൂക്കൾ പറിച്ച് ഒരുക്കത്തോടെ ദേവാലയത്തിൽ പോകും. പ്രവൃത്തി. അവിടെ ഓശാനയുടെ ഗാനം കുട്ടിയെ പാടാനായിട്ട് പ്രത്യേകമായിട്ട് നൽകിയിട്ടുണ്ട്. ഓശാന മേൽമേലിൽ ഓശാന ദാവീദുസുതൻ കർത്തൃനാമത്തിൽ വരുന്നോൻ വാഴ്ത്തപ്പെട്ടവനാം എന്നും എന്നേക്കും. ഓശാന മേൽമേലിൽ.
12-ാമത്തെ പാഠം പെസഹ. പെസഹായ്ക്ക് പള്ളിയിൽ പോകുന്നതും പെസഹ അപ്പം മുറിക്കുന്നതും പെസഹ അപ്പം കഴിക്കുന്നതുമൊക്കെ കുഞ്ഞിന് പരിചയമുള്ള കാര്യമാണ്. അതുകൊണ്ട് പെസഹ എന്നുള്ള ആ പെരുന്നാളിൻ്റെ പേരാണ് പ്രത്യേകിച്ച് കൊടുത്തേക്കണം, കുട്ടിക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി. പെസഹ സംഭവം എടുത്ത് വിവരിക്കുകയാണ്. അപ്പം എടുത്ത് കർത്താവ് വാഴ്ത്തി ശരീരമാക്കിയെന്നും വീഞ്ഞെടുത്തതിൻ്റെ രക്തമാക്കി സിഹ്യോൻ മാളികയിൽ വെച്ച് ശിഷ്യന്മാർക്ക് കൊടുത്ത് കുർബാന സ്ഥാപിച്ച കാര്യമൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ അത്താഴമാണ് വിശുദ്ധ കുർബാന. പെസഹ പെരുന്നാൾ പള്ളിയിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പാഠം അവസാനിക്കുകയാണ്. അവിടെ പാഠം പഠിപ്പിക്കുന്നുണ്ട്. മിശിഹ തവ പെസഹായാൽ മുൻ, നമുക്കറിയാവുന്ന ഗാനമാണ്. കുഞ്ഞിനെ പാടാനായിട്ട് പഠിപ്പിക്കുന്നു. 13-ാമത്തെ ദുഃഖവെള്ളിയാഴ്ച കുഞ്ഞിന് പരിചയമുണ്ട്. 6 വയസ്സുള്ള കുട്ടി പല പ്രാവശ്യം ദുഃഖവെള്ളിയാഴ്ച, 6 വയസ്സുള്ള കുട്ടി 6 പ്രാവശ്യം ദുഃഖവെള്ളിയാഴ്ച പോയിട്ട്, എന്നാലും 2-3 വയസ്സ് മുതൽ അതിനെക്കുറിച്ച് ഓർമ്മയുണ്ട്. ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോയതും കുരിശ് ചുംബിച്ചതും പ്രദക്ഷിണം നടത്തിയതും കുമ്പിട്ടതും ഒക്കെ കുഞ്ഞിൻ്റെ മനസ്സിൽ ഉണ്ട്. കർത്താവായ യേശു കുരിശിൽ മരിച്ച ദിവസമാണ് ദുഃഖവെള്ളി. യേശു എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്. എന്നിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നിട്ട് ഹാശായാൽ പാപം പോക്കി രക്ഷിച്ച മിശിഹ കനിവോടി കർമ്മം കൈക്കൊള്ളുക ഗാനം. അവസാനം യേശുവിൻ്റെ ഉയർപ്പ്, കുരിശിൽ മരിച്ച യേശു ഉത്ഥാനം ചെയ്തു. യേശു കബർന്ന് ഉയർത്ത ദിവസമാണ് ഉയർപ്പ് പെരുന്നാൾ, ഈസ്റ്റർ. ഉയർപ്പ് ഏറ്റവും വലിയ പെരുന്നാളാണ്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും, മിശിഹ തമ്പുരാൻ സത്യമായി ഉയർത്തെഴുന്നേറ്റു ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അന്നത്തെ സ്ലീബ ആഘോഷത്തിന് മറുപടി ചൊല്ലുന്നതാണ്. പെന്തിക്കോസ്തിയും കുഞ്ഞിന് ഓർമ്മയുള്ളതാണ്. പള്ളിയിൽ പോകുന്നതും അന്ന് പ്രാർത്ഥിക്കുന്നതും മുട്ടുകുത്തി കുമ്പിട്ട് കിടക്കുന്നതും വെള്ളം തളിക്കുന്നതും ഒക്കെ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ട്. പെന്തിക്കോസ്തി പെരുന്നാൾ. അപ്പോൾ 7 മുതൽ 14 വരെയുള്ള പാഠങ്ങൾ യേശു മിശിഹായെക്കുറിച്ചാണ്. എന്നാൽ 15-ാമത്തെ പാഠം പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ്. തൃത്വത്തിലെ 3-ാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. പിതാവിനെക്കുറിച്ച് 2 മുതൽ 6 പാഠങ്ങളിൽ നമ്മൾ പഠിച്ചു. 7 മുതൽ 14 വരെയുള്ള പാഠങ്ങളിൽ പിതാവിൽ നിന്ന് ജനിച്ച പുത്രനെക്കുറിച്ച് പറഞ്ഞു. അതാണ് യേശു ക്രിസ്തു എന്ന് കുഞ്ഞിനെ പഠിപ്പിച്ചു. തൃത്വത്തിലെ 3-ാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് പെന്തിക്കോസ്തിയിൽ വെളിപ്പെട്ടു എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്. ഈ ദിവസത്തെ പെന്തിക്കോസ്തി എന്ന് വിളിക്കുന്നു. ഉയർപ്പിൻ്റെ 80-ാം ദിവസം പരിശുദ്ധാത്മാവ് ശിഷ്യരുടെ മേൽ ഇറങ്ങി വന്നു. ഈ ദിവസത്തെ പെന്തിക്കോസ്തി എന്ന് വിളിക്കുന്നു. ഉയർപ്പിൻ്റെ 40-ാം ദിവസം യേശു സ്വർഗത്തിലേക്ക് കയറി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. തൃത്വത്തിലെ 3-ാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. ഒരു കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും, പരിശുദ്ധ റൂഹാ തമ്പുരാനെ ഞങ്ങളെ നിൻ്റെ അധിവാസത്തിന് ഭവനങ്ങളാക്കി തീർക്കണമേ. അപ്പോൾ പിതാവിനെക്കുറിച്ച് പറഞ്ഞു, പുത്രനെക്കുറിച്ച് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞു. 1-ാമത്തെ പാഠത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞ ആ 3 വ്യക്തികളെയും ഈ 15 പാഠങ്ങളിലായിട്ട് നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി 16-ാമത്തെ പാഠം പരിശുദ്ധാത്മാവിലൂടെ നയിക്കപ്പെടുന്ന സഭ. ഉത്ഥാനം ചെയ്ത കർത്താവ് സഭയ്ക്ക് ഉത്തരവാദിത്വം കൊടുത്തു, ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കണം. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന സഭ, അതാണ് എൻ്റെ പള്ളി. സഭ എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് അത് കൂടുതൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് പള്ളി, എൻ്റെ പള്ളി. ദൈവം വസിക്കുന്ന ഇടമാണ് പള്ളി, യേശുവിൻ്റെ ശരീരമാണ്. പള്ളിയും സഭയ്ക്കും ഒരേ പേരാണ്. ഇംഗ്ലീഷിൽ 2നും ചർച്ച് എന്നാണ് പറയും. മലയാളത്തിലാണ് സഭയ്ക്കും പള്ളിക്കും 2 പേരുള്ളത്. യേശുവിൻ്റെ ശരീരമാണ് ദേവാലയം, യേശുവിൻ്റെ തുടർച്ചയാണ് ദേവാലയം. വിശ്വാസികളുടെ കൂട്ടായ്മ ഒന്നു ചേരുന്നിടത്ത് യേശു സാന്നിധ്യമുണ്ട്. ദേവാലയത്തിൽ അത് ഏറ്റവും വിശ്വകുർബാന പൂർണ്ണമായിരിക്കുന്നു. എന്നിട്ട് അവിടെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കോമാ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗം നമുക്കറിയാം. അത് ദേവാലയത്തിൽ നമ്മൾ ചൊല്ലുന്ന എല്ലാ പ്രാർത്ഥനയും ആരംഭമായതുകൊണ്ടാണ് അവിടെ അത് കൊടുത്തിരിക്കുക. അതിനുശേഷം പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞു, സഭയെക്കുറിച്ച് പറഞ്ഞു. ഇനി ഞാൻ ജീവിക്കുന്ന എൻ്റെ സമൂഹത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ ഭവനം, എൻ്റെ വീട്, എക്സിസ്റ്റൻഷ്യൽ വിഷയങ്ങളാണ്, ആനുകാലിക വിഷയങ്ങളാണ്. എൻ്റെ വീട്, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, സഹോദരങ്ങൾ, അവരെല്ലാം പ്രത്യേകമായിട്ട് കുഞ്ഞിനെ ബോധ്യപ്പെടുത്തുകയാണ്. അതെല്ലാം ദൈവം എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണെന്നുള്ള ബോധ്യം കൊടുക്കുകയാണ്. എൻ്റെ വിദ്യാലയം, അധ്യാപകരെ ബഹുമാനിക്കണം, നന്നായി പഠിക്കണം, കൂട്ടുകാരെ സ്നേഹിക്കണം. ഇതൊക്കെ എൻ്റെ ഉത്തരവാദിത്വമാണ്, ദൈവം തന്ന അനുഗ്രഹങ്ങളാണ്. 18-ാം പാഠം എൻ്റെ വിദ്യാലയം. 19-ാം പാഠം എൻ്റെ വേദപഠനം. ഞായറാഴ്ച ദിവസം ഞാൻ സൺഡേ സ്കൂളിൽ പോകണമെന്നും നന്നായി സൺഡേ സ്കൂൾ പഠിക്കണമെന്നും ദൈവീകാര്യങ്ങൾ പഠിച്ച് ദൈവത്തിൻ്റെ കുഞ്ഞായി വളരണമെന്നും എല്ലാവർക്കും നന്മ ചെയ്ത് നല്ല കുട്ടിയായി വളരണമെന്നുള്ള ബോധ്യം സൺഡേ സ്കൂളിൽ കൂടെ കുട്ടിക്ക് ലഭിക്കണം. സൺഡേ സ്കൂൾ എന്താണെന്ന് ഒരു പാഠം തന്നെ കൊടുത്തിരിക്കുക. അവസാനം കുട്ടി ജീവിക്കുന്ന രാജ്യത്തെക്കുറിച്ചാണ്. എൻ്റെ രാജ്യം, 2-ാമത്തെ പാഠം അതാണ്. എൻ്റെ രാജ്യം, ഇന്ത്യ എൻ്റെ മാതൃരാജ്യമാണ്. എൻ്റെ രാജ്യത്തുള്ള എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ്. ഞാൻ അവരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. മാതൃരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കണം. ഞാൻ ജനിച്ച ഈ നാട് ദൈവത്തിന് വലിയ ദാനമാണ്. ദൈവമേ നിനക്ക്
സ്തുതി. അപ്പം ഞാൻ ജീവിക്കുന്ന നാട്, ഞാൻ ഉത്തരവാദിത്വമുള്ള ഒരു പൗരനായി ഈ നാട്ടിൽ ജീവിക്കേണ്ടത് എൻ്റെ കടമ. എല്ലാവരെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം. ഞാനൊരു സോഷ്യൽ ബീയിങ്ങാണ്. ഞാനൊരു സഭയിലെ അംഗമാകുമ്പോൾ തന്നെ എനിക്ക് നാടിനോടും നാട്ടുകാരോടും രാജ്യത്തോടും ഒക്കെ ഒരു കടപ്പാടുണ്ട്. അതുകൊണ്ട് ജനഗണമന എന്ന ദേശീയ ഗാനം, പേട്രിയോട്ടിസം, രാജ്യഭക്തി, രാജ്യത്തുള്ള സ്നേഹം അത് അവതരിപ്പിച്ചുകൊണ്ടാണ് അവസാനം ഈ പാഠം അവസാനിക്കുക. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം നാടിനെയും നാട്ടുകാരെയും എല്ലാ ജാതി മതസ്ഥരെയും എല്ലാവരെയും സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ രാജ്യത്തിന് അന്യരല്ല. വി ആർ നോട്ട് ഫോറിനേഴ്സ്. നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്, ഇവിടുത്തെ ജനമാണ്, ഇവിടെ ജനിച്ചു വളർന്നവരാണ്. പക്ഷെ അവിടെ വിശ്വാസം ഒരുപക്ഷേ ഈ നാട്ടിലെ ഭൂരിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത് വ്യത്യസ്തമാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ ബോധ്യം കുട്ടിക്ക് കൊടുക്കുകയാണ്. ഈ 20 പാഠങ്ങളിലൂടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയെയും സഭയായിരിക്കുന്ന സമൂഹത്തെയും നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെയും എല്ലാം അവതരിപ്പിച്ചുകൊണ്ട് കുഞ്ഞിന് സമഗ്രമായ ഒരു വിശ്വാസ പരിശീലനം നടത്തുകയാണ് ചെയ്യുക. മലങ്കര സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ഒരു കുട്ടിയെ ആനയിക്കുകയും വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് സഭയുടെ വിശ്വാസ ജീവിതവുമായിട്ട് അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുക. നമ്മൾ പറയുകയുണ്ടായി 20 പാഠങ്ങളിലൂടെ കൗമ പ്രാർത്ഥന ഇവിടെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനം നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൗമ പ്രാർത്ഥന കൊടുത്തിരിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞ് സ്വർഗസ്വനായ പിതാവ് കൃപ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ഇവിടെ ഉൾപ്പെടുത്തി ഈ കൗമ പ്രാർത്ഥന. അപ്പോൾ 1ാമത്തെ ക്ലാസ് പഠിക്കുന്ന കുട്ടി കൗമ പ്രാർത്ഥന കാണാതെ പ്രാർത്ഥിക്കാൻ പഠിക്കുകയാണ്. അതിൻ്റെ ദൈവശാസ്ത്രവും പഠിക്കുകയാണ്. സത്യത്തിൽ 1ാം പുസ്തകത്തിൻ്റെ അടിസ്ഥാനം കൗമ പ്രാർത്ഥനയാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. അതേസമയം തന്നെ വെളിപാടിൻ്റെ ചരിത്രത്തെ നമ്മളത് പ്രത്യേകമായിട്ട് അത് അനാവരണം ചെയ്യുകയുമാണ്. പഴയ നിയമവും പുതിയ നിയമവും സഭയുടെ ജീവിതവും ഈ കാലഘട്ടവുമെല്ലാം ചേർത്ത് ഈ പുസ്തകം ക്രമീകരിച്ചിരിക്കുകയാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് കൗമ പ്രാർത്ഥന. എല്ലാ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉദാശകളും കൂദാശാനുകരണങ്ങളും ആരംഭിക്കുന്നത് കൗമ പ്രാർത്ഥനയോടുകൂടിയാണ്. ഈ കൗമ പ്രാർത്ഥനയുടെ വ്യാഖ്യാനമാണ് 20 പാഠങ്ങളിലായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക. മറ്റു വാക്കിൽ പറഞ്ഞാൽ ഈ 20 പാഠങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ കൗമ പ്രാർത്ഥനയുടെ ദൈവശാസ്ത്രം ഒരു കുട്ടി മനസ്സിലാക്കുകയാണ്. കൗമ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ. ദൈവം 3 വ്യക്തികളാണെന്നും ആ ദൈവം ഏകദൈവമാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ എന്ന ഡിക്ലറേഷനിലൂടെ ദൈവം ഏകനാണെന്നും ആ ദൈവം 3 വ്യക്തികളിലാണെന്നും സഭ ഏറ്റുപറയുകയും ആ 3 വ്യക്തികളും സ്തുതിക്ക് യോഗ്യരാണെന്നും അവർക്ക് ആദ്യവുമില്ല അന്തവുമില്ല എന്ന് പ്രഖ്യാപിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന. ഈ പാരഗ്രാഫിൽ പ്രധാനമായിട്ട് തൃത്വൈക ദൈവത്തെക്കുറിച്ചുള്ള സൂചന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പിതാവായ ദൈവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഇവിടെ പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചിരിക്കുക. തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന. അതിന് തുടർച്ചയായിട്ട് യേശു ക്രിസ്തുവിനെ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് പുത്രനായ ദൈവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് മറുപടിയായിട്ട് പറയുക. ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ സ്തുതി. നമുക്കറിയാം ആദ്യ ഭാഗം ഏശയ്യാ കണ്ട ദർശനത്തിൻ്റെ ആ ഒരു ഭാഗവുമായി ബന്ധപ്പെടുത്തി, 2ാമത്തെ ഭാഗം കർത്താവിൻ്റെ ഓശാന പെരുന്നാളുമായി ബന്ധപ്പെട്ട ഭാഗവും ചേർത്താണ് അത് ക്രമീകരിച്ചിരിക്കുക. അപ്പോൾ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ അത് കർത്താവായ യേശു മിശിഹായാണ്. അവൻ 2ാമത്തെ വരാനിരിക്കുന്നവൻ അത് യേശു മിശിഹായെ സൂചിപ്പിച്ചുകൊണ്ടാണ് ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ സ്തുതി. അതിനുശേഷമാണ് ത്രൈശുദ്ധ കീർത്തനം, ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നുള്ള ആ പ്രാർത്ഥന. ഈ പ്രാർത്ഥന യേശു ക്രിസ്തുവിനോടുള്ള പ്രാർത്ഥനയാണ്, ക്രിസ്റ്റോളജിക്കൽ ഹിമ്മാണ്. അതിന് ഒരു പശ്ചാത്തലമുണ്ടെന്ന് നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഓർപ്പിക്കുന്നുവെന്നേ ഉള്ളൂ. കർത്താവിന് കുരിശുമരണം അതിദാരുണമായിരുന്നു.
ഡബിൾ പണിഷ്മെൻ്റാണ് കർത്താവിന് കിട്ടിയത്. അവനെ ചാട്ടവാർ കൊണ്ട് അടിക്കുകയും ചെയ്തു, അവനെ ക്രൂശിക്കുകയും ചെയ്തു. കള്ളന്മാരെ ചാട്ടവാർ കൊണ്ട് അടിച്ചില്ല. അതിദാരുണമായ കുരിശുമരണം. 2 കള്ളന്മാരുടെ മധ്യേ അവഹേളിക്കപ്പെട്ട കുരിശുമരണം. 2 കള്ളന്മാരുടെ മധ്യേ അവഹേളിക്കപ്പെട്ടവനായി കുരിശിൽ മരിച്ചു കിടക്കുന്ന 6 അടി നീളമുള്ള വികൃതമായ മുഖവുമായി കീറി മുറിക്കപ്പെട്ട ശരീരമായി കിടക്കുന്ന ഒരു മനുഷ്യനെ നോക്കി സ്വർഗം, മാലാഖവൃന്ദം 3 ഗണങ്ങളായി ചേർന്ന് വലിയ വായിൽ നിലവിളിക്കുകയാണ്. നീ 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിക്കപ്പെട്ടുവെങ്കിലും നീ കള്ളനല്ല, നീ ദൈവമാണ്. ദൈവമേ, നീ പരിശുദ്ധൻ. പിന്നെ അടുത്ത ഗണം മാലാഖവൃന്ദം 3 ആണികളിൽ കൈകാലുകൾ ചലിപ്പിക്കാൻ സാധിക്കാതെ ബലഹീനായി കിടക്കുന്നവനെ കണ്ടു പറയുകയാണ്, നീ 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിക്കപ്പെട്ടവനാണെങ്കിലും ബലഹീനായി കാണപ്പെടുന്നുവെങ്കിലും നീ ബലഹീനനല്ല, ബലവാനെ, നീ പരിശുദ്ധൻ. സ്വന്തം തോളിലേക്ക് തലചായിച്ച് മരിച്ചു കിടക്കുന്ന യേശുവിനെ നോക്കി 3-ാമത്തെ ഗണം മാലാഖ പറയുകയാണ്, നീ 2 കള്ളന്മാരുടെ മധ്യേ മരിച്ചവനെ കാണപ്പെടുന്നുവെങ്കിലും നീ മരിച്ചവനല്ല, മരണമില്ലാത്തവനെ, നീ പരിശുദ്ധൻ. അപ്പോൾ താഴ്ന്ന നിക്കോദേമോസും യൗസേപ്പും ബാക്കിയുള്ളവരും വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. അപ്പോൾ ഇത് ത്രൈശുദ്ധ കീർത്തനം, ക്രിസ്റ്റോളജിക്കൽ ഹിമ്മാണിത്. നമ്മുടെ ദുഃഖശനിയാഴ്ചയുടെ പ്രമ്യൂൻ സദറായിൽ ഈ ഐതിഹ്യം ചേർത്ത് പ്രത്യേകമായിട്ട് പ്രമ്യൂൻ സദറായിൽ പ്രാർത്ഥനയുണ്ട്. നമുക്കതിൻ്റെ അകത്ത് വ്യക്തമായിട്ടത് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. അവിടെയും യേശുവിനോട് പറഞ്ഞിട്ട് യേശുവിനോട് തന്നെയാണ് ആ പ്രാർത്ഥന തുടരുക. വീണ്ടും ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ നിനക്ക് സ്തുതി. അതും യേശു ക്രിസ്തുവിനോടുള്ള പ്രാർത്ഥനയാണ്. ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറയുമ്പോൾ യേശുവിനെയാണ് ദൈവമേ എന്ന് വിളിക്കുക. കാരണം സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവ്. മിശിഹ രാജാവ് എന്നുള്ളത് യേശുവാണ്, നമുക്കറിയാം. മിശിഹ രാജാവ് അത് യേശുവിനുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ആ ത്രൈശുദ്ധ കീർത്തനം അത് മുഴുവൻ യേശുവിനുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ പരിശുദ്ധ തൃത്വത്തിലെ 3 വ്യക്തികളെ ആദ്യം സൂചിപ്പിച്ചു. അതിനുശേഷം തൃത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാ ഭാഗം അവിടെ പിതാവിനെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. അതിനുശേഷം പുത്രനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. പിന്നെ യേശുവിൻ്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട് യേശുവിനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്ന ഭാഗം. അതിനുശേഷം പിതാവായ ദൈവത്തെ പ്രത്യേകമായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നാം വിശ്വസിക്കുന്ന ദൈവം പിതാവാണ്, പിതാവായ ദൈവമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ദൈവം ഏകനാവുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനം പിതാവായ ദൈവം എന്ന ഏക അടിസ്ഥാനത്തിലാണ്. പിതാവിൽ നിന്നാണ് പുത്രൻ ജനിക്കുന്നതും പിതാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നതും. ആ സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. യേശു പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതിനുശേഷം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. യേശു ഒരു ചരിത്രപുരുഷനാണെന്നും യേശുവിൻ്റെ അമ്മ രക്ഷാകര സംഭവത്തിൽ ഏറ്റവും ചേർന്ന് നിന്ന മനുഷ്യവ്യക്തിയാണ്, ആ മാതാവ് ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യമുള്ളവളാണെന്നുമുള്ള ആ ബോധ്യത്തിൽ മാതാവിനുള്ള മാധ്യസ്ഥം അപേക്ഷിക്കുന്നതുമായി 3 പ്രാർത്ഥനകൾ ചേർത്താണ് കൗമ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുക. ഈ പ്രാർത്ഥന മലങ്കരേശ്വരുടെ എല്ലാ പ്രാർത്ഥനയുടെയും ആരംഭത്തിലുള്ള പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. അത് കുട്ടി ഓർമ്മ വെച്ച നാൾ മുതൽ ചൊല്ലി പഠിക്കുന്നതാണ്. അതിൻ്റെ ദൈവശാസ്ത്രമാണ് സത്യത്തിൽ 1 മുതൽ 20 വരെയുള്ള പാഠങ്ങളിലായിട്ട് പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു കാര്യം പറയുകയുണ്ടായി, ബോധനം, ആരാധന, സാക്ഷ്യം അത് തമ്മിലൊരു ഒഴുക്ക് ഉണ്ടെന്ന് പറയുകയുണ്ടായി. ഗോ ആൻഡ് ടീച്ച് ദ ഗോസ്പൽ, ഗോ ആൻഡ് സെലിബ്രേറ്റ് ദ ഗോസ്പൽ, ഗോ ആൻഡ് ലീവ് ദ ഗോസ്പൽ. പഠിപ്പിക്കുക, ആഘോഷിക്കുക, ജീവിക്കുക. ബോധനം, ആരാധന, സാക്ഷ്യം, ഇവ 3 പരസ്പരം ബന്ധിതമാണെന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇതിന് ആ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എമാവുസിലേക്ക് പോയി ശിഷ്യന്മാരുടെ സംഭവം നമ്മൾ പറയുകയുണ്ടായി. 3 രംഗങ്ങളിലൂടെയാണ് എമാവുസിലെ ശിഷ്യന്മാരുടെ സംഭവത്തെ നമ്മൾ വ്യാഖ്യാനിച്ചത്. 1-ാമത്തെ രംഗത്തിൽ കർത്താവ് അവരെ പഠിപ്പിക്കുന്നു. 2-ാമത്തെ രംഗത്തിൽ അവർ ഒന്നിച്ച് സന്ധ്യയായപ്പോൾ ഭവനിൽ പ്രവേശിച്ച് അപ്പം മുറിക്കുന്നു, ആരാധന. 3-ാമത്തെ രംഗം അവർ തിരിച്ച് ജെറുസലേമിലേക്ക് പോകുന്നു, സാക്ഷ്യം. ആദ്യത്തെ ഭാഗത്ത് പഠിപ്പിക്കൽ, ബോധനം. 2-ാമത്തെ ഭാഗത്ത് ആരാധന. 3-ാമത്തെ ഭാഗത്ത് സാക്ഷ്യം. ഓരോ പാഠത്തിലും ഈ കണക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, വഴിയിൽ വെച്ച് ശിഷ്യന്മാർ പഠിച്ചത് അവരാരാധനയിലാണ് അവർക്ക് അനുഭവമായത്. ആരാധിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, വഴിയിൽ വെച്ചവൻ നമ്മളെ പഠിപ്പിച്ചപ്പോൾ ഹൃദയം ജ്വലിച്ച കാര്യം. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ പാഠത്തിലും അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ദൈവം എല്ലാവരുടെയും പിതാവ് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ദൈവത്തെ പിതാവായിട്ട് അവതരിപ്പിച്ചെല്ലാം ചെയ്ത് കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേ. ഉണ്ടോ? എൻ്റെ അപ്പൻ എന്നെ സംരക്ഷിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടുന്നതെല്ലാം തരുന്നു. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവോ അവിടുന്ന് എല്ലാവരെയും പിതാവായിട്ട് കരുതി എല്ലാവർക്കും ആവശ്യം അതെല്ലാം നൽകുന്ന സ്നേഹമുള്ള പിതാവാണ് എന്ന് പറഞ്ഞിട്ട് ആ ദൈവത്തെ ആരാധിക്കാൻ പഠിപ്പിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇതിൻ്റെ വ്യാഖ്യാനം അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിച്ചു. എന്നിട്ട് സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് കുഞ്ഞ് നേരെ പള്ളിയോട്ട് ചെല്ലുക. അപ്പം രാവിലെ സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ടാണ് സാധാരണയായിട്ട് കുർബാന. അത് പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ കുട്ടി പള്ളിയിലോട്ട് ചെല്ലും. പള്ളി ചെല്ലുമ്പോൾ അച്ഛൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലുമ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യം അന്നേരം കുട്ടി ഓർക്കും. കുട്ടിയുടെ ഹൃദയം ജ്വലിക്കും. സ്വർഗസ്ഥനായ പിതാവേ എന്ന് കൈകൾ നിവർത്തിപ്പിടിച്ച് ചൊല്ലുമ്പോഴേക്കും ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചതൊക്കെ കുഞ്ഞിൻ്റെ മനസ്സിൽ ഓർമ്മ വരും. ബോധനത്തിൽ നിന്നും ആരാധനയിലേക്കൊരു ഒഴുക്ക്. സൺഡേ സ്കൂളിൽ പഠിച്ചത്, മതബോധനത്തിൽ പഠിച്ചതാണ് ആരാധിക്കുന്നത്. ഒന്നാം പാഠത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് 3 വ്യക്തികളെല്ലാം പരിചയപ്പെടുത്തി കുരിശ് വരയ്ക്കാനും പഠിപ്പിച്ചിട്ട് കുഞ്ഞിനെ ആരാധനയ്ക്ക് അങ്ങോട്ട് പള്ളിയോട്ട് കൊണ്ടുവയ്ക്കുമ്പോൾ അച്ഛൻ തുടങ്ങും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ ഹൃദയം ജ്വലിക്കും. ദൈവം എല്ലായിടത്തും ഉണ്ട് എന്ന് കുഞ്ഞിനെ പഠിപ്പിച്ചതിന് ശേഷം പള്ളി വന്നു കഴിയുമ്പോൾ കുഞ്ഞു കേൾക്കുകയാണ് തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ. ക്ലാസ്സിൽ വെച്ച് ടീച്ചർ ഈ പാഠവും ഈ പ്രാർത്ഥനയും പഠിപ്പിച്ചു. തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധനെന്ന് കുഞ്ഞിനെ പഠിപ്പിച്ചിട്ട് ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് കുഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ കുട്ടി ആരാധനയ്ക്ക് വന്നു കഴിയുമ്പോൾ തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നത് ഉച്ചത്തിൽ ചൊല്ലുമ്പോൾ ഹൃദയം ജ്വലിക്കും. അതുകൊണ്ടാണ് ബോധനം ആരാധനയിലേക്ക് നയിക്കപ്പെടണം. ആ ഒരു ഒഴുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓരോ പാഠത്തോടും ചേർന്ന് കുഞ്ഞിന് പരിചയമുള്ള പ്രാർത്ഥനകളിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കൗമാ പ്രാർത്ഥന. ആ കൗമാ പ്രാർത്ഥന വ്യാഖ്യാനമാണ് 20 പാഠങ്ങളിലായിട്ട് പൊതുവായിട്ട് നമ്മൾ കൊടുത്തിരിക്കുക. 1-ാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടി കൗമാ പ്രാർത്ഥന കുറേ ഭാഗങ്ങളായിട്ട് സുഹൃദേവം പോലെ പഠിച്ച് അവസാനം ഈ പ്രാർത്ഥന മുഴുവൻ പഠിക്കുന്നതിന് കുഞ്ഞിന് ഇടയാകും. മതബോധനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ആദ്യ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. മലങ്കര സഭയിലെ ഒരു കുട്ടിയെ മലങ്കര സഭയുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ആനയിക്കുകയും വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യണം. അതിലൂടെ യേശുക്രിസ്തുവിനോടും പരിശുദ്ധ തൃത്വത്തോടും ആഴപ്പെട്ടൊരു ബന്ധം രൂപപ്പെടണം. അങ്ങനെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാനും നിത്യരക്ഷയെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാനും ഒരു കുട്ടിയെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് മതബോധനത്തിൻ്റെ ലക്ഷ്യം. ഈ പാഠാവലിയുടെ മലങ്കര സഭയുടെ പൈതൃകത്തിലേക്ക്, വിശ്വാസ ജീവിതത്തിലേക്ക്, ആരാധനാ ജീവിതത്തിലേക്ക്, വിശ്വാസ സത്യങ്ങളിലേക്ക്, ആധ്യാത്മികതയിലേക്ക് ഒരു കുഞ്ഞിനെ വളർത്തുകയും ആനയിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഇവിടെ ഇതുവരെ കണ്ടത്. നമുക്കറിയാം മലങ്കര കത്തോലിക്ക വേദപാഠാവലിക്ക് 7 ക്ലാസ് വരെ അധ്യാപക സഹായമുണ്ട്. 1-ാമത്തെ പാഠത്തിന് 1 മുതൽ 4 വരെയുള്ള പാഠങ്ങൾക്ക് 2 അധ്യാപക സഹായമുണ്ട്. ആദ്യകാലത്ത് തന്നെ പുസ്തകം ഇറങ്ങിയ കാലത്ത് തന്നെ ഇറക്കിയതാണ് ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് 1-ാം ക്ലാസ്സിൻ്റെ അധ്യാപക സഹായി. ഇത് ആവശ്യമുള്ളവർക്ക് ഇത് കാതോലിക്ക സെൻറ്ററിൽ ഇപ്പോഴും ലഭ്യമാണ്. അതിനകത്ത് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പഠിക്കുക. അപ്പോൾ 1-ാം ക്ലാസ് 6 വയസ്സുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞ് ജസ്റ്റ് വായിക്കാം. കുട്ടികൾ അനുകരണപ്രിയരും കളികളിൽ താല്പര്യമുള്ളവരുമാകയാൽ കളികളിൽ കൂടിയും പ്രവർത്തനങ്ങൾ കൂടിയും കുട്ടിയെ പഠിപ്പിക്കുക. കേട്ടു പഠിക്കുന്നതിനേക്കാൾ ഉപരി കണ്ടു പഠിക്കുവാൻ കുട്ടികൾ ഇഷ്ടപ്പെടുന്നതിനാൽ ഭംഗിയുള്ള ചിത്രങ്ങളിൽ കൂടി കുട്ടിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. ചെറിയ കഥകളിലൂടെയും അഭിനയങ്ങളിലൂടെയും വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുക. ദൃശ്യസഹായികൾ കൂടുതൽ ഉപയോഗിക്കുക. ലളിതമായ ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടിയുടെ മുൻകാല അറിവ്, അനുഭവം ഓരോ കുട്ടിയെ കൊണ്ടും പറയിപ്പിക്കുക. സഹകരിക്കുവാനും പങ്കുവയ്ക്കുവാനും പഠിപ്പിക്കുക. കുട്ടിയുടെ ഭക്തിയെയും ആത്മീയ ബോധത്തെയും വളർത്തുക. കുട്ടിയുമായി നല്ല സ്നേഹബന്ധം ഉണ്ടാക്കുവാൻ അധ്യാപകർ ശ്രമിക്കണം. എല്ലാ കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കണം. പരസ്യമായി ഒരു കുട്ടിയെയും ശിക്ഷിക്കുകയോ തരം താഴ്ത്തുകയോ ചെയ്യരുത്. ഓരോ പാഠത്തിലെയും പ്രാർത്ഥന, പാട്ട്, മനപ്പാഠം എന്നിവ ക്ലാസ്സിൽ വെച്ച് തന്നെ കുട്ടിയെ പഠിപ്പിക്കേണ്ടതാണ്. ക്ലാസ്സിൽ വെച്ച് തന്നെ ഇവ ആവർത്തിച്ച് പരിശീലിപ്പിക്കണം. വേദപാഠ സമയത്ത് ഓരോ കുട്ടിയുടെയും വർക്ക് ബുക്ക് പരിശോധിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അർഹമായ മാർക്ക് നൽകുകയും വേണം. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വർക്ക് ബുക്കുണ്ട്. ആ വർക്ക് ബുക്കിനകത്ത് പടം വരയ്ക്കാനും എഴുതാനും ഒക്കെയുണ്ട്. അത് അധ്യാപകർ വളരെ ശ്രദ്ധയോടെ അത് കൈകാര്യം ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ പാഠപുസ്തകങ്ങൾക്ക്
1 മുതൽ 4 വരെയുള്ള പുസ്തകങ്ങൾക്ക് വർക്ക് ബുക്ക് ഉണ്ട്. കുട്ടികൾക്ക് ചായമിടാനും വരയ്ക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള മാർഗമാണ് വർക്ക് ബുക്ക്. അപ്പോൾ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് 1-ാം പാഠത്തിൻ്റെ കുരിശിന് ചായമിടുക, കുരിശെന്ന് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-ാം പാഠത്തിൽ ദൈവമെല്ലാം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ വിവിധതരം മൃഗങ്ങളെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ചായമിടാൻ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് എല്ലാം ദൈവം സൃഷ്ടിച്ചു, ദൈവം എന്നുള്ളിടത്ത് ഡോട്ട് ഇട്ടിരിക്കുകയാണ് അത് എഴുതാൻ. അങ്ങനെ 1 മുതൽ 20 വരെയുള്ള പാഠങ്ങൾക്കും ഓരോ പാഠത്തിനോട് ചേർന്ന് കുട്ടികൾക്ക് വർക്ക് ചെയ്യാനുണ്ട്. അത് ക്ലാസ്സിൽ വെച്ച് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിൽ ചെന്നവർ വർക്ക് ബുക്ക് റെഡിയാക്കിക്കൊണ്ട് വരും. അധ്യാപകൻ ക്ലാസ്സിൽ വെച്ച് തന്നെ നോക്കി അതിനെ മാർക്കിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഉചിതമായ അവസരങ്ങളിൽ ക്ലാസ്സിന് പുറത്തു വെച്ച് പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിയും കുട്ടിയെ പഠിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അത് ചില നിർദ്ദേശങ്ങളാണ്. 1-ാമത്തെ ക്ലാസ്സിൻ്റെ ഒരു പാഠം എങ്ങനെ അവതരിപ്പിക്കാമെന്ന് മാത്രം ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. 1-ാമത്തെ ക്ലാസ്സിൽ നമുക്കറിയാം, കുരിശ് വരച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന ആ ഒരു വിഷയമാണല്ലോ ചർച്ചാ വിഷയം. നമ്മളതിനെക്കുറിച്ച് പൊതുവായിട്ട് പഠിക്കുകയുണ്ടായി. അപ്പോൾ അധ്യാപകൻ ക്ലാസ്സിലോട്ട് വന്നിട്ട് നേരെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിനകത്തെ മാറ്ററെല്ലാം വായിച്ചു എന്നിട്ട് കുറേ പൊതു കാര്യങ്ങളും പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കുന്നത് കുട്ടിക്ക് പ്രത്യേകമായ രീതിയിൽ അതിനൊരു ആകർഷണം തോന്നണമെന്നില്ല. അപ്പോൾ കുട്ടിയുടെ മുൻകാല അറിവ് പറഞ്ഞുകൊണ്ട് വേണം ആ പുസ്തകത്തിലെ പടങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കുട്ടിയോട് ചോദിക്കുകയാണ്, കുരിശുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ അനുഭവങ്ങൾ ക്ലാസ്സിൽ പങ്കുവയ്ക്കണം. 1-ാമത്തെ ക്ലാസ് കുരിശ് വരച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. അപ്പോൾ കുരിശുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ അറിവ് കുട്ടിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ കുരിശ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എവിടെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്? ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കുക. മോൻ പറഞ്ഞേ കുരിശ് എവിടെ കണ്ടുണ്ട്? അവൻ കൊച്ചു പറയും പള്ളിയുടെ മുകളിൽ കുരിശുണ്ടെന്ന് പറയും. വേറെ കുട്ടി പറയും എൻ്റെ മാലയെ കുരിശുണ്ടെന്ന് പറയും. വേറെ കുട്ടി പറയും എൻ്റെ മമ്മിയുടെ മാലയെ കുരിശുണ്ടെന്ന് പറയും. വേറെ കുട്ടി പറയും ഞാൻ പോകുന്ന വഴി കുരിശടി കണ്ടോ അതിന് മുകളിൽ കുരിശുണ്ടെന്ന് പറയും. അപ്പോൾ എവിടെയൊക്കെ കുരിശ് കണ്ടിട്ടുണ്ടോ അതൊക്കെ കുട്ടിയെ ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടിയുടെ മുൻകാല അറിവ് ചോദിച്ച് ഇപ്പോൾ എല്ലാവർക്കും ഉത്തരം പറയാനുള്ള അവസരം കൊടുക്കുകയാണ്. നിങ്ങൾ കുരിശ് വരച്ചിട്ടുണ്ടോ? കുരിശ് വരച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ് വരയ്ക്കുന്നത്? ഓരോ കുട്ടികളോടും ചോദിക്കുമ്പോൾ പല രീതിയിലൊരു ഉത്തരം പറയും. ചിലവരെയും പ്രാർത്ഥിക്കാൻ നേരത്തെ കുരിശ് വരയ്ക്കും. ചില കുട്ടികൾ പറയുന്നതാണ് കഴിക്കുന്നതിന് മുമ്പ് കുരിശ് വരയ്ക്കും, പഠിക്കുന്നതിന് മുമ്പ് വരയ്ക്കും. ചില കുട്ടികൾ പറയും ഇടിയും മിന്നലുമൊക്കെ ഉണ്ടാകുമ്പോൾ കുരിശ് വരയ്ക്കും, ഒരു അപകടമോ പ്രയാസം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കുരിശ് വരയ്ക്കും. അപ്പോൾ കുരിശിൻ്റെ എപ്പോഴൊക്കെയാണ് കുരിശ് വരയ്ക്കുന്നതെന്ന് കുട്ടിയോട് ചോദിച്ച് കുട്ടിയുടെ മുൻകാല അറിവ് കുട്ടിയെ കൊണ്ട് തന്നെ പങ്കുവയ്ക്കുക. കുരിശ് വരച്ചതിന് അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടിയെ കൊണ്ട് തന്നെ അത് പറയിക്കാനായിട്ട് പരിശ്രമിക്കുക. എന്നിട്ട് വിവിധതരം കുരിശുകൾ അധ്യാപനം വേണേൽ അന്ന് ക്ലാസ്സിൽ കൊണ്ടുവന്ന് കാണിക്കും. സഭയിൽ വിവിധതരം കുരിശുകളുണ്ട്. പടമോ കുരിശെല്ലാം കുരിശ് ഒറ്റ കാര്യം തന്നെയാണ്, പക്ഷേ വിവിധ തരത്തിൽ അതിനെ വിവിധ സംസ്കാരങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ വിവിധ കുരിശുകൾ കുട്ടിയെ പരിചയപ്പെടുത്താവുന്നതാണ്. എന്നിട്ട് കുട്ടിയെ കുരിശ് വരയ്ക്കാൻ അധ്യാപകൻ പഠിപ്പിക്കണം. 3 പേരിൽ കൂട്ടിപ്പിടിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ 2-ാം ക്ലാസ്സിൽ കൂടുതൽ പഠിപ്പിച്ചാൽ മതി. 2-ാം ക്ലാസ്സിലാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ. 3 പേരിൽ കൂട്ടിപ്പിടിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് കൃത്യമായിട്ട് കുരിശ് വരയ്ക്കാൻ കുട്ടിയെ അധ്യാപകന് ഒരുക്കണം. 3 പേരിൽ കൂട്ടിപ്പിടിക്കുമ്പോൾ 2-ാമത്തെ പേരിൽ അല്പം നീണ്ടു നിൽക്കണം. തള്ളവരുടെ പിതാവിനെയും 2-ാമത്തെ പേരുടെ പുത്രനെയും 3-ാമത്തെ പേരുടെ പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിച്ചുകൊണ്ടാണ്. 3 വ്യക്തികളെന്ന് കണ്ടോ, ആ പറഞ്ഞ കാര്യം തന്നെ പ്രവൃത്തിയിലും ആക്ഷനിലും അത് തന്നെ പറയുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അത് പുത്രൻ തമ്പുരാൻ അവൻ മനുഷ്യനായി അവന് ദൈവസ്വഭാവം മനുഷ്യ സ്വഭാവം കൊണ്ട് സൂചിപ്പിക്കാനാണ് ഇന്ന് ചൂണ്ടുവരൽ അല്പം നീണ്ട് നമ്മൾ പിടിക്കുക. എന്നിട്ട് കുട്ടിയെ കൊണ്ട് കുരിശ് വരയ്ക്കാനായിട്ട് പഠിപ്പിക്കുക. എന്നിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം നീക്കും ആമീൻ എന്ന പ്രാർത്ഥനയുടെ ആരംഭ ഡിക്ലറേഷന് കുട്ടിയെ പഠിപ്പിക്കുക. ഇനി എപ്പോഴൊക്കെയാണ് കുരിശ് വരയ്ക്കേണ്ടതെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തുകയും വേണം. അയാൾ ഉണരുമ്പോൾ കുരിശ് വരയ്ക്കാം, പഠിക്കുന്നതിന് മുമ്പ്, ഭക്ഷണത്തിന് മുമ്പ്, ഭക്ഷണത്തിന് ശേഷം, സ്കൂളിൽ പോകുന്നതിന് മുൻപ്, കുരിശടികളുടെയും പള്ളികളുടെയും മുൻപിൽ കൂടി കടന്നു പോകുമ്പോൾ, ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ, പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ, പുരോഹിതനെ ആശീർവദിക്കുമ്പോൾ, കുരിശുമണി അടിക്കുമ്പോൾ, ദൈവസാന്നിധ്യം ഓർക്കുന്ന എല്ലാ അവസരങ്ങളിലും, പിന്നെ പ്രാർത്ഥനകളിൽ കുരിശെന്നോ സ്ലീബായെന്നോ പറയുന്ന നിമിഷങ്ങളെല്ലാം ഈ അവസരങ്ങളെല്ലാം കുരിശ് വരയ്ക്കാവുന്നതാണ്. അങ്ങനെ 1-ാമത്തെ പാഠം കുട്ടിയെ കുരിശ് വര എന്ന ആ ഒരു കർമ്മത്തിലൂടെയും അതുപോലെ തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന ഡിക്ലറേഷനിലൂടെയും 1-ാമത്തെ പാഠം കുട്ടിക്ക് ബോധ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഒരു അധ്യാപക സഹായി ആദ്യം ഇറങ്ങിയാണത്.
രണ്ടാമത് ഇറങ്ങിയ അധ്യാപക സഹായി ദൈവത്തിൻ്റെ സ്തുതി കളർ പ്രിൻ്റാണ്, അതും ഇവിടെ ലഭ്യമാണ്. ഈ രണ്ട് അധ്യാപക സഹായികൾ വാങ്ങിച്ചാൽ വളരെ നല്ലതാണ്. ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഓരോ പാഠം എങ്ങനെ അവതരിപ്പിക്കണം വളരെ കൃത്യമായിട്ട് കളികളിലൂടെയും വർക്കുകളിലൂടെയും ഒക്കെ DPP മോഡലിൽ ഒക്കെയുള്ള പഠിപ്പിക്കുന്ന രീതി ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട്. അധ്യാപക സഹായി നിങ്ങൾ വാങ്ങിച്ച് പഠിപ്പിക്കുന്ന കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. മറ്റൊന്നുള്ളത് പുസ്തകത്തിൻ്റെ കൂടെ തന്നെ ഇറങ്ങിയതാണ് മലങ്കര കത്തോലിക്ക വേദപഠനം ദർശനങ്ങളും സമീപനങ്ങളും. 10 പാഠങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന ദൈവശാസ്ത്ര ചിന്തകളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനൊരു പുസ്തകം കൂടിയുണ്ട്. അതും ലഭ്യമാണോ എന്ന് എനിക്കറിയില്ല. അത് ആ സമയത്ത് ഇറങ്ങിയതാണ്, 2007 പ്രസിദ്ധീകരിച്ചതാണ്. മൊത്തം നമ്മുടെ പുസ്തകങ്ങളുടെ ഒരു റാഷണാലെ ചിന്താധാര ഈ പുസ്തകത്തിലുണ്ട്. ഈ എപ്പിസോഡ് ഒന്നാമത്തെ ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച 2ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.